വെൽക്കം ടു ദ വണ്ടർഫുൾ സെഷൻ ലൈഫ് മീറ്റ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേരുന്നു. അതുപോലെ തന്നെ രാവിലെയുള്ള ഹൈപ്ലേസ് മീറ്റ് എന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മളെല്ലാവരും കേട്ടുകേൾവിയുള്ള ഒരു കാര്യമാണ് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. അതായത് ഒരു വ്യക്തിക്ക് എന്താണോ തുടക്കത്തിൽ കിട്ടുന്നത് അതാണ് പിന്നീട് ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനമായി തീരുന്നത് എന്നുള്ളതാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഓരോ ദിവസത്തിന്റെയും തുടക്ക സമയത്ത് തന്നെ നമുക്ക് റീഗനേറ്റ് എന്ന പേരിലും അതുപോലെ തന്നെ ഹൈപ്ലേസ് എന്ന പേരിലും റീഗ എന്ന പേരിലൊക്കെ പല പ്രോഗ്രാമുകളിലൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് സെക്സ്ബറി ഗ്ലോബൽ. അപ്പൊ അതിന്റെ ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള നമ്മുടെ മനോജ് സാറിനും അതുപോലെ തന്നെ ലതാ മേഡത്തിനും ആദ്യം തന്നെ ഒരു നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ആഷിക്ക എന്നാണ്. സ്ഥലം മലപ്പുറം ജില്ലയിലെ വേങ്ങരയാണ്. ഒരു എഞ്ചിനീയറിംഗ് മേഖലയിൽ നിന്നാണ് ഈ ഒരു അവസരത്തിലോട്ട് വന്നത്. എന്നെ ഈ ബിസിനസ് പരിചയപ്പെടുത്തിയത് മറ്റാരുമല്ല, എന്റെ സ്വന്തം പേരൻസ് ആയിരുന്നു. ആദ്യം പറഞ്ഞ സമയത്ത് ഒരുപാട് സാധാരണ എല്ലാവരും പറയുന്നത് പോലെ നെഗറ്റീവായിട്ട് അവരെ പിന്തിരിപ്പിക്കാൻ നോക്കിയ ഒരു വ്യക്തിയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ ഒരു മേഖലയുടെ ഒരു ബ്യൂട്ടി എന്തെന്ന് മനസ്സിലാക്കിയപ്പോൾ, ഒരു പൊട്ടൻഷ്യൽ എന്തെന്ന് മനസ്സിലാക്കിയ സമയത്ത് ഇത് വലിയൊരു സാധ്യതയുള്ള മേഖലയാണ്. പെട്ടെന്ന് നമുക്ക് ഒരു യൂത്തിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് സേഫ് ആകാൻ പറ്റുന്ന ഒരു മേഖലയാണ് എന്നൊക്കെ പഠിച്ച സമയത്ത് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ സീരിയസ് ആയിട്ട് ഏറ്റെടുത്ത് ആദ്യം പാർട്ട് ടൈം ആയും ഇന്ന് ഫുൾ ടൈം ആയും ബിസിനസ്സിന് പാഷനോട് കൂടി കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ ഞാൻ എന്തെന്നോ ഏതെന്നോ എന്നുള്ളതല്ല, ഇവിടെ ഇന്ന് മീറ്റിംഗിൽ സംസാരിക്കാൻ പോകുന്ന വ്യക്തി എന്റെ മെന്റർ കൂടെ ആയിട്ടുള്ള വ്യക്തിയാണ്. എന്റെ ഈ ബിസിനസ്സിൽ ബാലപാഠങ്ങളെല്ലാം പഠിപ്പിച്ചുകൊണ്ട് ഇന്ന് സക്സസ്ബറി എന്ന ടീമിൽ ഏറ്റവും വലിയ പവർഫുൾ ആയ ഒരു ടീമിനെ നിയന്ത്രിച്ചുകൊണ്ട് ഏതൊരു ലീഡറും ആഗ്രഹിക്കുന്നത് ഇതുപോലൊരു ക്യാപ്റ്റൻസി ഉള്ള ഒരു ലീഡർ തന്റെ താഴെ വന്നിരുന്നെങ്കിൽ, അതുപോലെ തന്നെ പല ആളുകളും ആഗ്രഹിക്കുന്ന ഒരു ലീഡർ കൂടെയാണ് നമ്മളുടെ ഇന്ന് മീറ്റിംഗിൽ സംസാരിക്കാൻ പോകുന്ന വ്യക്തി. അദ്ദേഹം ഈ ബിസിനസ് കേൾക്കുന്ന സമയത്ത് പല ദേശങ്ങളിലും പല ഭാഷകളിലും ബിസിനസ് ട്രെയിനിങ് ആയിക്കോട്ടെ, കൗൺസിലിംഗ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ പല മേഖലകളുടെ മാനേജിംഗ് ഡയറക്ടറും അതുപോലെ തന്നെ പ്രിൻസിപ്പൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മേഖല തന്റെ സുഹൃത്തിലൂടെ കേട്ട് പരിചയപ്പെട്ടു. അങ്ങനെ മനസ്സിലാക്കി തന്റെ കഴിവോ അല്ലെങ്കിൽ തന്റെ സേവനമോ ഏതാനും ചുരുങ്ങിയ ആളുകളിൽ ഒരിക്കലും കൊടുക്കേണ്ട ഒന്നല്ല. അത് ലോകത്തിന് മൊത്തത്തിന് അല്ലെങ്കിൽ വലിയൊരു സമൂഹത്തിന് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് തീരുമാനിച്ച സമയത്ത് ഇന്ന് മൈ ലൈഫ് സ്റ്റൈല് എന്നൊരു കമ്പനിയിൽ സക്സസ്ബറിയോട് കൂടി അസോസിയേറ്റ് ചെയ്ത് വലിയൊരു ടീമിനെ ഹോൾഡ് ചെയ്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ലീഡർ കൂടെയാണ്. അപ്പൊ അദ്ദേഹത്തെ ഞാൻ ഇന്ന് ഈ ഒരു മീറ്റിംഗിൽ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. I invite my mentor and also going NTC leader of Successbury Global, Ismail sir. Please welcome to the screen. Thank you, Mr. Ashik. Wonderfully introduced, Mr. Ashik. വളരെ വണ്ടർഫുൾ ആയിട്ട് നമ്മുടെ ഗ്രേറ്റ് ആഷിഖ് സാർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓഡിബിൾ ആണ്, വിസിബിൾ ആണെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആണോ ആഷിഖ്? എല്ലാം ഓക്കെ, താങ്ക് യു. എന്തായാലും വണ്ടർഫുൾ ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ ഓൾ ഓഫ് യു. അസ്സലാമു അലൈക്കും. നമസ്കാരഹ പലതുണ്ട്. എന്തായാലും ശരി, പല ഭാഷകളിൽ നിന്നും പല ദേശങ്ങളിൽ നിന്നും ആളുകൾ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവാം. എല്ലാവരോടും സ്നേഹത്തോടെ എല്ലാവിധ ബഹുമാനത്തോടെയും ഈ വണ്ടർഫുൾ സെഷനിലേക്ക് നിങ്ങളൊക്കെ ഇൻവൈറ്റ് ചെയ്യാണ്. വളരെ നൈസായും വണ്ടർഫുൾ ആയിട്ടും നമ്മുടെ ഗ്രേറ്റ് വരാൻ പോകുന്ന സക്സസ്ബറി ഗ്ലോബലിന്റെ തന്നെ അഭിമാനമാകാൻ പോകുന്ന ഗ്രേറ്റ് യൂത്ത് ഐക്കൺ ആഷിഖ് സാർ വളരെ വണ്ടർഫുള്ളി പരിചയപ്പെടുത്തി. അദ്ദേഹം തന്ന ഇൻസൈറ്റുകളിലേക്ക് നമ്മൾ കണ്ണ് തുറക്കേണ്ടതുണ്ട്. സോ ഞാൻ നേരിട്ട് സ്ലൈഡ് എടുത്ത് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. ജസ്റ്റ് വെയിറ്റ് 1 second പ്ലീസ്. ആഷിഖ് സാർ ഇപ്പൊ ക്ലിയർ ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. സ്ലൈഡ് ഉണ്ടായിരിക്കും. Thank you. So once again, happy to see all of you here in this screen and in this meeting. വളരെ സന്തോഷമുണ്ട്. സക്സസ്ബറി ഗ്ലോബൽ എന്ന് പറയുന്ന ഈ മഹത്തായ ഓർഗനൈസേഷന്റെ അണ്ടറിൽ നമുക്ക് വരാനായതിന്റെ സൗഭാഗ്യങ്ങളാണ്. ഇതുപോലെയുള്ള ഓരോ മോട്ടിവേഷൻ സെഷൻ ആഷിഖ് സാർ പറഞ്ഞു വെച്ച വരി തന്നെ ബെസ്റ്റ് ഇംപ്രഷൻ അത് ഫസ്റ്റ് ഇംപ്രഷൻ. സോ മോർണിംഗ് ടൈമിൽ തന്നെ നമുക്ക് നന്നായിട്ട് നമ്മുടെ ബ്രെയിനിന്റെ ഏറ്റവും നല്ല ഊർജ്ജസ്വലമായിരിക്കുന്ന ഹോർമോൺ സിക്രീറ്റ് ചെയ്യുന്ന സമയമാണ്. ആ ഊർജ്ജസ്വലമായിരിക്കുന്ന ഹോർമോണിനകത്തേക്ക് നമ്മൾക്ക് വളരാനും ഉയരാനും ഉയർന്നു ചിന്തിക്കാനും പറന്ന് നടക്കാനും പറ്റുന്ന ചിന്താധാരകൾക്ക് നമുക്ക് ജന്മം നൽകാനായാൽ അത് ഉറപ്പായിട്ടും നമുക്ക് വലിയൊരു
ഭാവി സുശക്തമായി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. എന്തായാലും ഇന്നത്തെ സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ മഹത്തായ സംരംഭം എനിക്ക് മനസ്സിലാകാനുള്ള മനസ്സ് തന്ന, അതല്ലെങ്കിൽ ഇതിനെ സ്വീകരിക്കാൻ പാകപ്പെട്ട മെന്റാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന വഴികൾ ഒരുക്കി തന്ന ദൈവം തമ്പുരാൻ അൽഹംദുലില്ലാ. ആൻഡ് ആൾസോ എന്റെ പേര് ഇതിനകത്തേക്ക് തുന്നിച്ചേർക്കാൻ എന്റെ പിന്നിൽ പ്രവർത്തിച്ച ഗ്രേറ്റ് ലീഡേഴ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രേറ്റ് ഷുഐബ് sir from ചെറുമുക്ക്, റിയലി അപ്രീഷിയേറ്റ് ആൻഡ് കൺഗ്രാറ്റുലേറ്റ്. ആൻഡ് ആൾസോ ഗ്രേറ്റ് അൽതാഫ് sir ആൻഡ് ആൾസോ നമുക്ക് അഭിമാനവും നമ്മുടെയൊക്കെ പ്രതീക്ഷയും നമുക്ക് എന്തിനും ഏതിനും മുന്നിൽ നിൽക്കുന്ന നമ്മുടെ ഗ്രേറ്റ് ഫൗണ്ടർ ഫാമിലി മനോജ് സാർ ആൻഡ് ലളിത ചേച്ചി, ആൻഡ് ആൾസോ ഓൾ അതർ മൈ ലവ് ലൈൻസ് ആൻഡ് മൈ അപ്ലൈൻസ്. അതിലൊക്കെ അപ്പുറത്തേക്ക് സാറേ നിങ്ങൾ മുന്നിൽ നിന്നാൽ മതി, എന്തും ചെയ്യാൻ ഞങ്ങളിവിടെ ഒരുക്കമാണ് എന്ന് പറഞ്ഞ് രാവും പകലും ഒരു വലിയ ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യുന്നതിനും വലിയ വലിയ സക്സസ് ഉണ്ടാക്കുന്നതിനും ഇടം വലം നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ ഗ്രേറ്റ് ടീംസ്, ആസ് ഐ കോൾ ദം ട്രില്യനേഴ്സ് എന്ന് വിളിക്കുന്ന എന്റെ ടീം, റിയലി എല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ ഓർക്കുകയാണ്. ആൻഡ് ആൾസോ പല സ്ഥലത്ത് നിന്നും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളെയും ഞാൻ ഇതിലേക്ക് വണ്ടർഫുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഇൻവൈറ്റ് ചെയ്യുന്നു. നിങ്ങളൊക്കെ സ്നേഹത്തോടെ, പ്രാർത്ഥനയോടെ, അംഗീകാരത്തോടു കൂടി, സമ്മതത്തോടു കൂടി ഞാൻ എന്റെ സബ്ജക്റ്റിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഞാൻ ഈ സബ്ജക്റ്റിലേക്ക് കടക്കുമ്പോൾ തന്നെ ഞാൻ എടുക്കുന്ന സബ്ജക്ട് ഫേസ് ദ ചലഞ്ച് എന്ന് പറയുന്ന ഒരു ഭാഗത്തെയാണ്. സോ ഈ ഫേസ് ദ ചലഞ്ച് എന്ന സബ്ജക്ട് എടുക്കാൻ എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല്, നമ്മള് ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് വണ്ടർഫുള്ളി നിങ്ങൾക്കൊക്കെ ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. വളരെ സ്നേഹത്തിന്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും വിജയത്തിന്റെയും ഓണം നേരുന്നു. അതേപോലെ തന്നെ മീലാദുൻ നബിയും നിൽക്കുന്ന ഒരു മാസമാണിത്. അതുപോലെ വ്യത്യസ്ത ചിന്താധാരകളും അതുപോലെ തന്നെ വിശ്വാസ പ്രമാണങ്ങളും കൊണ്ടു നടക്കുന്ന മുഴുവൻ ആളുകളും ഇന്ന് നമുക്ക് ഈ ബിസിനസ്സിനകത്തുണ്ട്, അല്ലെങ്കിൽ ഈ ഭൂമുഖത്തുണ്ട്. അവരൊക്കെ പല പല ആഘോഷങ്ങളിലും വിശ്വാസങ്ങളിലും ഉള്ള ആളുകളാണ്. ഇവിടെ പ്രകൃതി നമ്മോട് പറയാതെ പറയുന്നുണ്ട്, ഈസ്റ്ററും ഓണവും ബക്രീദും മീലാദുൻ നബിയും അതുപോലെയുള്ള എല്ലാ വിഷുകളും പ്രമാണങ്ങളും ഒക്കെ കടന്നു വരുമ്പോ നമ്മള് പ്രകൃതി നമ്മോട് പറയുന്നുണ്ട്, മനുഷ്യ നിന്റെ മതം ഏതാണെങ്കിലും ചിന്താധാര എന്താണെങ്കിലും ശരി, നീയെല്ലാം ഒന്നാണ്, ഒരച്ഛനമ്മക്ക് പെറ്റ മക്കളാണ് എന്ന് കവി പറഞ്ഞ പോലെ നമ്മളൊക്കെ ഒന്നാണ് എന്ന് പ്രകൃതി വീണ്ടും വീണ്ടും പറയുന്ന പോലെയാണ്. ഈ ഇത്തരുണത്തിൽ തന്നെ മീലാദുൻ നബി നിങ്ങൾക്ക് ആശംസിക്കുന്ന എന്താ പറയാ അതല്ലെങ്കിൽ റബിയുൽ അവൽ ആശംസിക്കുന്നതോടെ കൂടെ തന്നെ ഈ സബ്ജക്റ്റിന് അതിനുള്ളിൽ ഒരു പ്രത്യേകതയുണ്ട്. കാര്യം ഒരുപാട് ചലഞ്ചുകളെ ഫേസ് ചെയ്ത മനുഷ്യനാണ് ഇന്ന് ലോകത്തിലെ ഒരു വലിയ സ്നേഹഭാജനമായി, ഒരു സമൂഹത്തിന്റെ വഴികാട്ടിയായി, ഒരു വലിയ ലീഡറായിട്ട് വന്നിരുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വിശ്വസിക്കുന്ന പ്രവാചകൻ മുഹമ്മദ് നബി. നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കുക, മുബീൻ സാറുടെ സ്പീച്ചിൽ ഞാൻ എപ്പോഴും കേൾക്കാറുണ്ടായിരുന്നു അദ്ദേഹം പറയുന്നത്, അലം യജിദ്ക യതീമൻ ഫആവ, പ്രവാചകരെ നിങ്ങളെ നമ്മൾ എത്തിച്ചത് യതീമായിട്ടായിരുന്നില്ലേ? ജന്മം കൊള്ളുന്നതിന് മുമ്പ് പിതാവ് മരിച്ചതാണ്. 6-ാമത്തെ വയസ്സാകുമ്പോഴത്തേക്ക് ഉമ്മയും ഈ ലോകത്തോട് വിട പറഞ്ഞതാണ്. പിന്നീട് വളരുന്നത് തന്റെ അമ്മാമ്മന്മാരുടെയും അതേപോലെ തന്നെ ബന്ധുമിത്രാദികളുടെയും തണിതുണയിലാണ്, അതല്ലെങ്കിൽ അവരുടെയൊക്കെ പ്രൊട്ടക്ഷനിലാണ്. അതേ ആളുകളും അതേ നാട്ടുകാരും അതേ വീട്ടുകാരും ഒരു സത്യപ്രസ്താവന ജനത്തോട് പറഞ്ഞപ്പോ കല്ലെറിഞ്ഞു, ഓടിച്ചു. പ്രസവിക്കപ്പെട്ട നാട്ടിൽ നിന്നും ജന്മം കൊണ്ട നാട്ടിൽ നിന്നും അദ്ദേഹത്തെ ആട്ടിയോടിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്ന വലിയൊരു ചലഞ്ച്, ഈ ചലഞ്ച് ഒന്നും ലൈഫിൽ നമുക്ക് വന്നു കാണില്ല, ഇത്രയും വലിയ ചലഞ്ച് ഒന്നും. പക്ഷെ ആ ചലഞ്ചിനെ അദ്ദേഹം ഫേസ് ചെയ്തപ്പോ നമ്മൾ കണ്ടത് ഫഹദ എന്നൊക്കെ പറഞ്ഞു വരുന്നേത്ത് പ്രവാചകരെ അങ്ങയുടെ പേര് നമ്മൾ വളർത്തിയില്ലേ. ഈ പദത്തിനകത്ത് മുബീൻ സാർ പറഞ്ഞൊരു കൃത്യമായിട്ടൊരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. നമ്മൾ ചലഞ്ചിനെ ഫേസ് ചെയ്യാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ വലിയ സൗഭാഗ്യങ്ങൾ നമുക്ക് ദൈവം കനിഞ്ഞേകി വെച്ചിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സോ ഇറ്റ് ഈസ് എ ചലഞ്ച്. സോ നമ്മൾ ചലഞ്ചുകൾ ജീവിതത്തിൽ ഉണ്ടായിരിക്കും, യാതൊരു സംശയവുമില്ല. ഈ ചലഞ്ചിനെ നമ്മൾ എന്താ ചെയ്യാനുള്ളത്? ചലഞ്ച് ദ ചലഞ്ചസ് എന്നാണ്. നമുക്ക് മുൻപിൽ വന്ന ചലഞ്ചുകളെ നമ്മൾ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഉദാഹരണം, ചലഞ്ചിനെ ഒരു മനുഷ്യനായി നിങ്ങൾ സങ്കല്പിക്കും. എന്നിട്ട് ആ മനുഷ്യനാകുന്ന ചലഞ്ചിനോട് പറ, നീ എന്തിനാണോ എന്റെ അടുത്തേക്ക് വന്ന് എന്നെ തോൽപ്പിക്കാൻ നോക്കുന്നേ? നിനക്കത് സാധിക്കില്ല. നീ വന്നത് കടം എന്ന പേരിലല്ലേ വന്നത്? അനാരോഗ്യം എന്ന പേരിലല്ലേ വന്നത്? അതേപോലെ തന്നെ വിദ്യാഭ്യാസം ഇല്ലായ്മ എന്ന പേരിലല്ലേ വന്നത്? ഇങ്ങനെ തുടങ്ങി എന്താണോ നമ്മളെ മുമ്പിൽ ഇൻഹിബിഷൻസ് ആയിട്ടോ അതല്ലെങ്കിലും ബ്ലോക്ക് ആയിട്ടോ അതല്ലെങ്കിൽ നമുക്ക് എന്താണ് മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന ചലഞ്ച്, ആ ചലഞ്ചിനെ നമ്മൾ ചലഞ്ച് ചെയ്താൽ തീരുന്ന കേസേ ഉള്ളൂ. സോ ചലഞ്ച് നമ്മളെ തോൽപ്പിക്കരുത്, ചലഞ്ചിനെ നമ്മൾ തോൽപ്പിക്കുക. അതാ പറയുന്നത്, ഡോണ്ട് ലിമിറ്റ് യുവർ ചലഞ്ചസ്, ചലഞ്ച് യുവർ ലിമിറ്റ്സ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ചലഞ്ചുകൾക്ക് മുമ്പിൽ നിങ്ങൾ ലിമിറ്റഡ് ആയിട്ട് നിൽക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സഞ്ചാരത്തിനൊക്കെ ഒരു ലിമിറ്റേഷൻ, കാരണം അവിടെ ഒരു ചലഞ്ച് ഉണ്ട്. അതല്ല നമുക്ക് വേണ്ടത്. ചലഞ്ച് യുവർ ലിമിറ്റ്. എന്താണോ നിനക്ക് ലിമിറ്റേഷൻ എന്ന് തോന്നുന്നത് അതിനെയും നീ ചലഞ്ച് ചെയ്യ്. ഇത്രയേ നീ പോകാവൂ, അതിനെ മറികടക്കുക. അതിലല്ലേ ഹീറോയിസം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ജീവിതത്തിൽ സാറേ എന്റെ യഥാർത്ഥ കളികൾ
എന്താ പറയാ, പണ്ടാരോ പറഞ്ഞ പോലെ കമ്പനി രാജയുടെ കളികൾ കാണാൻ കിടക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമ്മൾ പറയാണ്, എന്റെ ഓർഗ് 1-ലും 2-ലും 3-ലും 4-ലും ഒക്കെ ഒരു മനോജ് സാറ് വന്നാല്, ഒരു മുബീൻ സാറ് വന്നാല്, ഒരു അൽത്താഫ് വന്നാല്, ഒരു നിഷാന്ത് വന്നാല്, അതല്ലെങ്കിൽ ഒരു ഗ്രേറ്റ് ലീഡർ വന്നാല്, അല്ലെങ്കിൽ ഒരു ഇസ്മായിൽ വന്നാല്, ഒരു ഷുഐബ് വന്നാല്, ഇത് വന്ന സാറേ ഞാൻ ലെവലണ്ട് മാറ്റി കാണിച്ചു തരാം. അങ്ങനെ ചെയ്യപ്പോ നമ്മൾ വേണോ മൈ ഡിയേഴ്സ്? ഈ ബിസിനസ്സിനകത്ത് നമ്മൾ അങ്ങനെയാകുന്നുണ്ടോ? എന്നിട്ട് അങ്ങനത്തെ ഒരാളെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടോ? അതാണ് ഇതിലെ ക്വസ്റ്റ്യൻ. അല്ലാതെ നമ്മളെ എല്ലാ ഓർഗിലും ഒരു 10 മുബീൻ വന്നിട്ട് നമ്മൾ താനെ ഡയമണ്ട് ആവുന്ന സീലിംഗ് അടിക്കാൻ നമ്മൾ വേണ്ട. ഞാൻ സീരിയസ്ലി ക്ലാസ്സിൽ പറയുന്ന പോലെ തന്നെ നമുക്കൊരു മരക്കുറ്റി വെച്ചാലും ശരി, ഒരു പൂളക്കൊള്ളി കുത്തി നട്ടിട്ട് അതിനൊരു ആധാർ കാർഡ് വാങ്ങി, പാൻ കാർഡ് വാങ്ങി, അതിനെ അപ്ഡേറ്റ് ചെയ്തിട്ട് ഇതുപോലെ ആ പൂളക്കൊള്ളിയുടെ 4 ഓർഗിലും 4 മുബീൻ വന്നാലും ആ പൂളക്കൊള്ളി ഡയമണ്ട് പൂളക്കൊള്ളിയാകും. അതിൽ യാതൊരു സംശയമില്ല. അതിനല്ലല്ലോ നമ്മൾ വേണ്ടത്. നമുക്കുള്ള പരിമിതികളെ നമ്മൾ ചലഞ്ച് ചെയ്ത് നമ്മുടെ കൂടെ വന്ന വ്യക്തിയെ ഡെവലപ്പ് ചെയ്ത് പീപ്പിൾ ബിൽഡിംഗ് കൺസെപ്റ്റിനെ നമ്മൾ മനസ്സിലാക്കിയെടുത്ത്, ഒരുപക്ഷെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, കൗൺസിലിങ്ങിലൊക്കെ നമ്മൾ പറയാറുണ്ട്, സാറേ ഞാനും വൈഫും തമ്മിൽ ഭയങ്കര ഫൈറ്റ് ആണ്, അല്ലെങ്കിൽ എന്റെ ലൈഫ് പാർട്ട്ണറുമായിട്ട് ഫൈറ്റ് ആണ്, അത് നമ്മൾ തമ്മിൽ ഒത്തുപോകുന്നില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയണം. ആര് പറഞ്ഞു നമ്മൾ തമ്മിൽ ഒത്തുപോകുന്നില്ല എന്ന്? ഇത്രയും സ്വഭാവത്തിന് പ്രതിസന്ധിയുള്ള വ്യക്തിയെ എനിക്കേ നന്നാക്കാനാകൂ എന്ന ദൈവത്തിന്റെ വിധിയിലാണ് അവള് നമ്മുടെ വീട്ടിൽ കയറിയത്, അല്ലെങ്കിൽ അവന്റെ വീട്ടിൽ നമ്മൾ കയറിയത്. രണ്ടായാലും അത് ദൈവം തീരുമാനിച്ചതാണ്. അതുകൊണ്ട് ഈ കുട്ടികളെ നോക്കാൻ, ഈ മക്കളെ നോക്കാൻ, ഈ ലൈഫ് പാർട്ട്ണറെ നോക്കാൻ നിനക്ക് പറ്റുമെന്ന് ദൈവം തിരിച്ചറിഞ്ഞതുകൊണ്ടല്ലേ നമ്മളെ ഒന്നിപ്പിച്ചത്. പിന്നെ എങ്ങനെ നമ്മളത് ഒത്തുപോകാത്തതാന്ന് പറയണത്? നേരെ മറിച്ച് നമ്മൾ ശരിക്കും ആലോചിക്കും, നമ്മുടെ ടീമിൽ ഒരു നല്ല തലതിരിഞ്ഞ സാധനം വന്നിട്ടുണ്ട്, സാർ ഇത് ഭയങ്കര റിസ്ക്, അവനെ മാനേജ് ചെയ്യാൻ എനിക്ക് പറ്റൂല. അല്ല സുഹൃത്തെ, അവനെ മാനേജ് ചെയ്യാൻ നിനക്കേ പറ്റൂ, അതുകൊണ്ടാണ് നിന്റെ താഴെ അവൻ വന്നത്. അല്ലെങ്കിൽ അവനെ മാനേജ് ചെയ്ത് നീ പഠിച്ചാൽ ഉറപ്പായിട്ട് നിനക്ക് വലിയ സക്സസ് ഉണ്ട്, അതുകൊണ്ടാണ് അവൻ നിന്റെ താഴെ വന്നത്, അല്ലെങ്കിൽ മറ്റവൻ നിന്റെ മുകളിൽ വന്നത്. ഇത് രണ്ടും നമ്മൾ തിരിച്ചറിയുക എന്നതാണ്. സോ ലിമിറ്റ് എന്ന് പറയുന്നതും ചലഞ്ച് എന്ന് പറയുന്നതും വളരാനുള്ള ഓപ്ഷനായി നമ്മൾ എടുക്കുക എന്നതാണ്. സോ എവറി ചലഞ്ച് ദാറ്റ് വി ഫേസ് ഈസ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി എന്നാണ്. നമ്മൾ ആ പറഞ്ഞ വരികളെ ചേർത്ത് വായിക്കുമ്പോൾ ഈ വരികൾ മനസ്സിലാകും. നമുക്ക് ഓരോ ചലഞ്ചുകളും വളരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ടു ബിക്കം മോർ ദാൻ വി ഹാവ് ബീൻ ബിഫോർ. നമ്മൾ മുന്നേ എന്തായിരുന്നോ അതിനേക്കാൾ ഒന്നും കൂടി ഉഷാറാകാനുള്ള ഓപ്ഷനാണ്. സോ സീരിയസ്ലി നമുക്കൊക്കെ അറിയാം, ഇതിനെ നമ്മളൊരു കുടുംബ കഥയിലേക്ക് എടുത്താല്, പിതാവായിരുന്നു കുടുംബത്തിന്റെ തനിതുണയായി നിന്ന വ്യക്തി. അച്ഛൻ മരിച്ചപ്പോ പിന്നീട് ആ കുടുംബം അനാഥമായി. പക്ഷെ അവിടെ പെട്ടെന്ന് ഒരു ഫീനിക്സ് പക്ഷിയായിട്ട് മൂത്ത സന്തതി, ഒരുപക്ഷെ അദ്ദേഹത്തിന് പഠിക്കുന്ന ഡിഗ്രി പ്രായമായിരിക്കുക, അതല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ കോഴ്സ് ചെയ്യുന്ന പ്രൊഫഷണൽ കോഴ്സിന്റെ സമയമാണ്. പക്ഷെ കുടുംബക്കാർ പറഞ്ഞു, ഇനി ഈ ഭക്ഷണം ഉണ്ടാക്കാനും വീട്ടിനകത്തേക്ക് ചെലവ് നടത്താനും ആരാരും ഇല്ലാത്തതുകൊണ്ട് മോനെ നീ ഇറങ്ങിക്കോ എന്ന്. ആ ഒരു എന്താ പറയാ വിജനമായ പാതയിലേക്ക് ഇറങ്ങിയ മനുഷ്യനാണ് പിന്നീട് ഒരു മൾട്ടി മില്യണിയറായി മാറി, ആ കുടുംബത്തിന്റെ രക്ഷകനായി മാറി, ചരിത്രം ക്രിയേറ്റ് ചെയ്ത യുഗ പുരുഷനായി മാറി. ഇത് ലോകത്ത് നമ്മൾ കാണുന്നില്ലേ? അപ്പൊ ആ പിതാവിന്റെ മരണം എന്ന് പറയുന്നത് നാട്ടുകാർക്ക് മുഴുവനും കണ്ണീരാണ്, കുടുംബത്തിന് മുഴുവൻ അത് വലിയൊരു തീരാ നഷ്ടമാണ്. ഇറ്റ്സ് ഓക്കെ. പക്ഷെ ആ വളരാൻ പോകുന്ന കുട്ടിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയായിരുന്നു. ഇതേപോലെ ആ ജീവിതത്തിൽ നമ്മുടെ ടീമിനകത്ത് ചിലപ്പോൾ എല്ലാ ടീമും തോറ്റുപോകും, അത് നമുക്കൊരു സാധ്യതയാണ്. എന്തിന്? ഇനിയും നമുക്ക് ഉയർന്നു വരാൻ വേണ്ടിയിട്ട്. കാര്യം ഒരു ഡയമണ്ട് ആകുന്നത് ഒരുപാട് പ്രോസസ്സിങ്ങിലൂടെയാണ്. നമ്മൾ എന്ന വ്യക്തിയെ ഡയമണ്ട് ആക്കാൻ ദൈവം പല പരീക്ഷണങ്ങളും പരീക്ഷകളും നമുക്ക് തന്നുകൊണ്ടിരിക്കും. അത് ഇട്ടെറിഞ്ഞു പോകാൻ നമുക്ക് എല്ലാവർക്കും പറ്റും. പക്ഷെ ആ പരീക്ഷ എഴുതി വിജയിക്കാൻ അത് വിജയികൾക്ക് മാത്രമേ പറ്റൂ. അതുകൊണ്ട് ഈ ബിസിനസ്സിനകത്ത് ചലഞ്ച് നന്നായിട്ടുണ്ടാകും. വി ഡോണ്ട് ഗ്രോ ദെൻ വെൻ തിങ്സ് ആർ ഈസി. കാര്യങ്ങൾ ഫുള്ള് ഈസി ആണെങ്കിൽ നമ്മൾ വളരില്ല മൈ ഡിയേഴ്സ്. വി ഗ്രോ വെൻ വി ഫേസ് ചലഞ്ചിനെ ഫേസ് ചെയ്യുമ്പോഴേ നമ്മൾ വളരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ലോകത്തിന്റെ ഇതിഹാസമായ ഫാദർ എബ്രഹാം എന്ന് വിളിക്കുന്ന എബ്രഹാം ലിങ്കൻ, അമേരിക്കയുടെ എക്കാലത്തെയും ലെജൻഡറി പേഴ്സണാലിറ്റി ആകുന്ന മനുഷ്യൻ, തന്റെ മകൻക്ക് എഴുതിയ കത്തില് ടീച്ചർക്ക് വേണ്ടി എഴുതിയ ഒരു കാവ്യമുണ്ട്. ആ കാവ്യശകലം നൈസ് സിറ്റിസൺ എന്ന് പറയുന്ന ഒരു പേരിലാണ്. ആ കവിതയിൽ അദ്ദേഹം എഴുതിയത് ദ ടച്ചസ് ഓഫ് ദ ഫയർ മേക്സ് ദ ഫൈൻ സ്റ്റീൽ എന്നതാണ്. ഈ ലോകത്ത് ഏറ്റവും നല്ല ഇരുമ്പിനെ, തിളക്കമുള്ള ഇരുമ്പിനെ ഉണ്ടാക്കുന്നത് ടച്ചസ് ഓഫ് ദ ഫയർ. അത് തീയുമായിട്ട് സമരസപ്പെട്ട് നിൽക്കുമ്പോഴാണ് അതിന് ഏറ്റവും നല്ല ഫയർ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മളൊരു തീയാണെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഒരു ഇരുമ്പ് ദണ്ടാണെന്ന് മനസ്സിലാക്കുക. നമ്മളെ പഴിപ്പിച്ചെടുത്ത് അടിച്ചു പരത്തുമ്പോഴാണ് അത് നല്ല എന്താ പറയാ തിളക്കമുള്ളതും ഏറ്റവും നല്ല മൂല്യമുള്ളതായിട്ട് മാറുന്നത്. അതുകൊണ്ട് നമുക്ക് വരുന്ന എല്ലാ ചലഞ്ചുകളും നമ്മളെ അടുത്ത ഒരു നെക്സ്റ്റ് വെർഷൻ ക്രിയേറ്റ് ചെയ്യാനാണ്. പ്രസവ വേദന കുഞ്ഞിന് ജന്മം നൽകാനാണെന്ന് പറഞ്ഞ പോലെ അതങ്ങനെ പ്രപഞ്ചത്തിൽ കാണുന്ന ഏതൊരു കാര്യങ്ങളും, ഇപ്പോ കൊറോണ എന്ന് പറയുന്നത് ലോകത്ത് വന്ന വലിയൊരു ശാപമായിട്ടോ ഡേഞ്ചർ ആയിട്ടോ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അതേ കൊറോണ വന്നതുകൊണ്ട് ലോകം 10-15 കൊല്ലം ഫാസ്റ്റായി എന്നാ ശാസ്ത്രം പറയണത്. അതായത് 2035 എന്താണോ ടെക്നോളജി വരാനുള്ളത് അത് 25 മുന്നേ വന്നു എന്നാണ്.
2040 നമ്മൾ കാണാൻ പോകുന്ന എന്തെല്ലാമൊക്കെ IT സെക്ടറിലെ ഇതിഹാസങ്ങളുണ്ടോ അത് കുറച്ച് നേരത്തെ വന്നു. ഈ കൊറോണ വന്നില്ലായിരുന്നെങ്കിൽ ഓണം കേറാൻ മൂലയിൽ ലേറ്റ് എത്തുമായിരുന്നോ? ഓണം കേറാൻ മൂലയിൽ 4G മൊബൈൽ ഓൺ ആകുമായിരുന്നോ? കാര്യം അവിടുത്തെ വിദ്യാർത്ഥി മക്കൾക്ക് പഠിക്കാൻ ഒരു ഓപ്ഷനും ഇല്ലാതെ ഗവൺമെന്റിന് അത് ചോദ്യചിഹ്നമായപ്പോ അവിടെ TV വന്നു, ഇന്റർനെറ്റ് വന്നു, സൗകര്യങ്ങൾ മുഴുവനും വന്നു, വഴിയോരങ്ങളിൽ മുഴുവനും അതിന്റെ സൗകര്യങ്ങൾ വന്നു. എന്ന് മാത്രമല്ല മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും വീട്ടമ്മമാര് വരെ Zoom ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ തുടങ്ങി. എന്തെല്ലാമൊക്കെ ടെക്നോളജിയുമായിട്ട് നമ്മൾ എല്ലാവരും അടുത്തു വന്നു. അപ്പൊ കൊറോണ ശരിക്കും എന്താണ്? അതൊരു ചലഞ്ചായിരുന്നു, ഒരു വലിയ ലോകത്തേക്കുള്ള ഒരു ചലഞ്ചായിരുന്നു. അങ്ങനെ വേണം നമ്മളെ ലൈഫിൽ ചിന്തിക്കാൻ. അപ്പോഴാണ് ചലഞ്ച് ഈസ് എ ത്രില്ലർ. ചലഞ്ച് ഒരു ത്രില്ലറാണ്. ദ വൺ ഹു ചലഞ്ച് ദ ചലഞ്ചസ് വിൽ ബി എ ചലഞ്ച് ഫോർ ഓൾ എന്നാണ്. ചലഞ്ചിനെ ചലഞ്ച് ചെയ്യുന്നവൻ ഈ ലോകത്തന്നെ ഒരു ചലഞ്ചാണെന്നാണ്. അതായത് ഒന്നുകൂടെ പറഞ്ഞാല് തന്റെ മുമ്പിൽ വന്ന ചലഞ്ചുകളെ പോലും ചലഞ്ച് ചെയ്യുന്ന മനുഷ്യൻ അവൻ ഈ ലോകത്തിനെ ഒരു ചലഞ്ചാണ്. ലോകത്തിലെ എല്ലാ വെല്ലുവിളികൾക്കും ഒരു ചലഞ്ചാണ്. പിന്നെ ആരാണ് തോൽവിക്കാരെന്ന് പറഞ്ഞാല് ഒരു ചലഞ്ച് കണ്ടാൽ തന്നെ കമിഴ്ന്ന് കിടന്ന് സാറേ എന്നെ കൊണ്ട് ഇനി പറ്റൂല, എന്റെയൊക്കെ കാശില്ല, ടീമില്ല, എന്റെ അപ്ലൈൻ പോയി, ഡൗൺലൈൻ പോയി, അവിടെ പോയി, ഇവിടെ പോയി, ഞാൻ കൊടുത്ത പ്രൊഡക്റ്റിന് ചെറിയൊരു ഇഷ്യൂസ് വന്ന സമയത്ത് ഞാൻ നാട്ടില് മോശമായി ചിത്രീകരിക്കപ്പെട്ടു. ഇങ്ങനെ 100,000 ചലഞ്ച് പറയുമ്പോഴത്തേക്ക് അപ്പൊ തന്നെ വീണ് കഴിഞ്ഞു. ഇതാ പ്രശ്നം. ഇവിടെയാ നമ്മൾ മനസ്സിലാക്കേണ്ടത് മൈ ഡിയേഴ്സ്, നമ്മൾ എന്ന വ്യക്തിയെ ശരിക്ക് ചലഞ്ച് തന്നിട്ട് നമ്മൾ മുന്നോട്ട് പോപ്പിക്കുമ്പോൾ നിർബന്ധമായിട്ട് അതിനെ ഫേസ് ചെയ്യാൻ നമുക്ക് പറ്റണം എന്നാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് ദൈവമേ എനിക്ക് പ്രതിസന്ധി തരല്ല എന്നല്ല, എനിക്ക് തരുന്ന പ്രതിസന്ധിയെ താങ്ങാനുള്ള കപ്പാസിറ്റി തായോ. ആ കപ്പാസിറ്റി തരുന്നതോട് കൂടെ എന്നെ മറ്റൊരു വെർഷനാക്കാനാണല്ലോ ദൈവമേ എനിക്ക് ഈ ചലഞ്ച് തന്നത്. അപ്പൊ എന്താണ് എന്റെ നെക്സ്റ്റ് വെർഷൻ? അതിലേക്ക് എന്നെ വഴി നടത്ത് ദൈവമേ എന്നാ പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴല്ലേ, ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, കാർ എന്ന് പറയുന്ന വാഹനം അതിനകത്ത് പൊടിപടലങ്ങൾ കയറിയപ്പോ മനുഷ്യന്മാരുടെ എന്താ പറയാ സഞ്ചാര സമയത്ത് നല്ല ചൂട് കയറാൻ തുടങ്ങി. അപ്പൊ കാറിന് എന്ത് വരേണ്ടി വന്നു? AC വരേണ്ടി വന്നു. ഈ AC എങ്ങനെ വന്നതാണ്? ആ ചില്ല് പൊങ്ങിയപ്പോ ഉള്ളിൽ ചൂട് എന്ന് പറയുന്ന ചലഞ്ച് വന്നപ്പോഴാണ് AC വന്നത്. പിന്നെ ACക്ക് ഭിന്ന മുഖങ്ങൾ വന്നു. നമ്മൾ അയച്ചു നോക്കുക, പണ്ട് ആ വിശറികൾ ഉണ്ടായിരുന്നു, നമ്മുടെ പാള കൊണ്ടും അതേപോലുള്ള സാധനങ്ങളെ കൊണ്ടുള്ള വിശറികൾ ഉണ്ടായിരുന്നു. പിന്നീട് എപ്പോഴും ഇങ്ങനെ വീത് തരാൻ ആളുകൾ ഇല്ലാണ്ട് വന്നു. വെഞ്ചാമരം വീശാൻ തമ്പുരാട്ടിക്ക് മാത്രമേ ആള് കാണൂ, നമുക്ക് അങ്ങനെ കാണുകയില്ല. അപ്പൊ നമുക്ക് എന്ത് വേണം? വിശറിക്ക് പകരം കറങ്ങണ സാധനം വേണം. അങ്ങനെ ഫാന് വന്നു. അങ്ങനെ ഫാനിന്റെ കാറ്റ് മതിയാകാതെ വന്നപ്പോഴോ നമ്മുടെ AC വന്നു. അങ്ങനെ എവിടെ നോക്കിയാലും സീരിയസ്ലി എന്താ പറയാ നമുക്ക് ശരിക്കും ചിന്തിച്ചു നോക്കേണ്ടത്, പ്രതിസന്ധി വന്നതുകൊണ്ടാ ഓരോ സാധനങ്ങൾ വന്നത്. അപ്പൊ ശരിക്കും മനസ്സിലാക്കുക, ചലഞ്ച് എന്ന് പറഞ്ഞാൽ അതൊരു ത്രില്ലാണ്. ഫേസ് റിജക്ഷൻസ് ടു ബി ദ വിന്നർ. ജീവിതത്തിൽ ജയിക്കണമോ റിജക്ഷനെ ഫേസ് ചെയ്തേ പറ്റൂ. അതല്ലാതെ നല്ല സക്സസ് ട്രാക്ക് എന്ന് പറയുന്നത് NH ഹൈവേ അല്ല, കല്ലും മുള്ളും നിറഞ്ഞ പാത തന്നെയാണ്. ആ ചലഞ്ച് പലതും ആകാം. ചിലപ്പം കുടുംബത്തിനകത്താവാം, ചിലപ്പോൾ അപ്ലൈൻസ് തന്നെ ആയിരിക്കുക, ചിലപ്പം ചോദ്യചിഹ്നമാകുന്ന ഡൗൺലൈൻസ് ആയിരിക്കുക, അതല്ലെങ്കിൽ വീട്ടിനകത്തുള്ള ബെറ്റർ ഹാഫ് ആയിരിക്കുക, ചിലപ്പം ഭർത്താവ്, ചിലപ്പം എന്താ പറയാ വൈഫായിരിക്കുക, രക്ഷിതാക്കളായിരിക്കുക, ചിലപ്പം മക്കളായിരിക്കുക, ചിലപ്പം സാഹചര്യ, ചിലപ്പം സാമ്പത്തികമാവും, ചിലപ്പോൾ നമുക്കുള്ള ഇൻവിഷൻ ആവും, ഞാൻ ചെയ്താൽ എത്തുമോ എന്ന ഒരു സാധനമായിരിക്കും. എന്തായാലും റിജക്ഷൻ ഈസ് ദ കീ ടു സക്സസ്. നമ്മളെ വിജയത്തിലേക്കുള്ള ഒരു താക്കോൽ എന്ന് പറയുന്നത് റിജക്ഷൻ തന്നെയാണ്. റിജക്ഷൻ ഈസ് എ റീഡയറക്ഷൻ എന്നാണ് സയൻസ് പറയുന്നത്. അതായത് റിജക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാകുമ്പോഴാണ് ആക്ച്വലി നമുക്കൊരു റീഡയറക്ഷൻ കിട്ടുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു പഞ്ച് പൊസിഷൻ ഇവിടെ സ്ക്രീനിൽ കാണുന്നുണ്ട്. ആ വ്യക്തിക്ക് എന്ന് പറഞ്ഞാല് ഇങ്ങോട്ട് വരുന്ന പഞ്ച് അദ്ദേഹത്തിന് ഒരു അറ്റാക്ക് ആണ് എന്നുണ്ടെങ്കിൽ ആ കൈ നീങ്ങുമ്പോൾ അവിടെയുള്ള സ്പേസിലേക്കാണ് അടുത്ത ഗുസ്തിക്കാരൻ അല്ലെങ്കിൽ ഫൈറ്റർ അദ്ദേഹത്തിന്റെ സ്പേസ് കണ്ടെത്തി തിരിച്ചൊരു അറ്റാക്ക് എന്താ പറയുക റീബൗണ്ട് ആയിട്ട് കൊടുക്കുന്നത്. അത് എന്തുകൊണ്ടാണ്? അദ്ദേഹം ഇങ്ങോട്ടൊരു അറ്റാക്ക് തന്നപ്പോൾ കിട്ടിയ ഒരു സ്പേസ്, അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ലൈക്ക് ദാറ്റ് നമ്മുടെ ടോണി റോബിൻസ് പറഞ്ഞ പോലെ സക്സസ് ഈസ് ബെറീഡ് ഓൺ ദ അതർ സൈഡ് ഓഫ് റിജക്ഷൻ ആണ്. റിജക്ഷന്റെ മറ്റൊരു സൈഡിലാണ് ബെറീഡായി നിൽക്കുന്ന, അത് എന്താ പറയാ മൺമറഞ്ഞു കിടക്കുന്ന ഒരു സത്യമാണ് സക്സസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മുമ്പിൽ വന്ന റിജക്ഷൻസിന്റെ അതർ സൈഡിൽ എന്തുണ്ട്? സക്സസ് ഉണ്ട്. അതാണ് പറയുന്നത്, എല്ലാ എല്ലാ നാച്ചുറൽ കലാമിറ്റിക്കും അതല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾക്കും അപ്പുറത്ത് അതിന്റെ തൊട്ടിങ്ങപ്പുറത്ത് ദർ ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി. അതാ പറയുന്നത്, ഇൻ എവരി കലാമിറ്റി ദർ ഈസ് എ സീഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി. എല്ലാ പ്രതിസന്ധിയിലും ഒരു അവസരത്തിന്റെ വിത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നതാണ് സത്യം. അതിനെ തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. ആ അർത്ഥത്തില് നമ്മളൊക്കെ മനസ്സിലാക്കുക, നമുക്ക് എന്തെല്ലാമൊക്കെ പ്രതിസന്ധി വന്നോ അത് ശരിക്കും നമ്മളെ വളർത്തിയെടുക്കാൻ വേണ്ടി തന്നെയാണ്. സോ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതിന്റെ മാറ്റർ എന്ന് പറഞ്ഞാൽ, നമ്മളെ വിജയിച്ച ആളുകൾ പറയാറുണ്ട്, വേൾഡിൽ ഏറ്റവും കൂടുതൽ പാവങ്ങൾക്കാണ് കോടീശ്വരനാകാനുള്ള ഭാഗ്യം സിദ്ധിച്ചത്. ആണോ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഓൺലി ദ പുവർ ഹാസ് ഗോട്ട് ദ ചാൻസ് ടു ബി ദ മില്ലേനിയർ.
ദൈവം ഈ ലോകത്ത് മില്ലേനിയർ ആകാൻ അവസരം നൽകിയ, ഭാഗ്യം നൽകിയ ഏക വ്യക്തികൾ പാവങ്ങളാണ്. അപ്പൊ നമ്മളെ കൈക്കൽ ഓൾറെഡി പൈസ ഒന്നുമില്ല, നമ്മൾ പാവങ്ങളാണെങ്കിൽ ബി ഹാപ്പി. കാരണം നമുക്കാണ് ദൈവം ഏത് ചാൻസ് തന്നത്? ടു ബി എ മില്ലേനിയർ, ലോകത്തൊരു മില്ലേനിയർ ആവാൻ. അല്ലാതെ മില്ലേനിയർ ആയ ആൾക്ക് ദൈവം മില്ലേനിയർ ആകാനുള്ള ഓപ്ഷൻ കൊടുക്കും? അപ്പൊ സീരിയസ്ലി മനസ്സിലാക്കി, ഇറ്റ്സ് എ ഗുഡ് ചാൻസ് എന്ന് മനസ്സിലാക്കുക. നമുക്ക് ഇനിയും പ്രതിസന്ധി വരാൻ നിൽക്കുന്നുണ്ട്. ടെക്നോളജി മേഖലയിൽ വലിയ വലിയ പ്രതിസന്ധി വരാൻ നിൽക്കുന്നുണ്ട്. ഒരു സംശയമില്ല. ടെക്നോളജിയിൽ നമുക്കൊക്കെ ആലോചിച്ച് നോക്കുക, ഈ ടെക്നോളജി വരുമ്പോഴാണ് മനോജ് സാറ് നമ്മളുടെ എന്താ പറയാ പ്ലാൻ പുസ്തകത്തിൽ പറഞ്ഞൊരു വരിയുണ്ട്. ആ വരി ഇങ്ങനെയാണ്: ദിസ് ഈസ് ദ റിയൽ ഇൻഡസ്ട്രി വൂസ് ടൈം ഹാസ് കം. സമയമെത്തിയ ഇൻഡസ്ട്രിയാണ് ഇത്. സമയമായ ഇൻഡസ്ട്രി തന്നെയല്ലേ ഇത്? കാരണം ടെക്നോളജി അതിപ്രസരം, ജോബിന്റെ ഇൻസെക്യൂരിറ്റി എന്ന് മാത്രമല്ല, ഫുള്ള് ഓട്ടോമേറ്റഡ് സെഷനാ. ഓട്ടോമേറ്റഡ് എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത ഓട്ടോമേഷനാ. ഞാൻ ഈ അടുത്ത കാലത്ത് എന്റെ ടീംസിനോട് പറഞ്ഞു, വരാൻ പോകുന്ന ടെക്നോളജിയിൽ വരാൻ സാധ്യതയുള്ള ഒരു വരി എന്ന് പറഞ്ഞാല്, ഒരു പക്ഷേ നമ്മൾ ഇന്ന് റിമോട്ടുകൾ കൊണ്ട് ഡിവൈസ് നിയന്ത്രിക്കുന്നെങ്കിൽ നാളെ ഡിവൈസുകൾ റിമോട്ട് ഉപയോഗിച്ച് മനുഷ്യനെ നിയന്ത്രിക്കും. അതിൽ യാതൊരു സംശയവും ഞാൻ കാണുന്നില്ല. ഇന്ന് നമ്മൾ റോബോട്ടിനെയാണ് നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ നാളെ ഈ ഇസ്മായിൽ എന്ന വ്യക്തി ഇവിടുന്ന് എണീറ്റ് നിർത്താൻ ഏതോ മൂലയിലുള്ള ഒരു വ്യക്തി അവിടുന്ന് റിമോട്ട് ബട്ടൺ അമർത്തിയാൽ ഞാൻ ഇവിടെ എണീറ്റ് നിൽക്കേണ്ടി വരും. ആ ലെവലിലേക്കുള്ള ഒരു കാലം അതിവിദൂരമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ ഒരു ഹൈപ്പോത്തിസിസ് ചിന്തയൊന്നും അല്ല, അത് സ്വാഭാവികമായിട്ടും സംഭവിച്ചേക്കാം. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നയാളാണ്. സോ ഞാൻ നിങ്ങളോട് പറയുന്ന മേട്ടം എന്താണെന്ന് വെച്ചാൽ, ആ ലെവലിലുള്ള ടെക്നോളജിയാണ് നമ്മൾ കാണുന്നത്. സീരിയസ്ലി നമ്മളൊക്കെ ഇനി സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി വരുന്ന സമയത്ത് അവിടെ ഒരു പക്ഷേ നമ്മളുടെ റോബോട്ടിക്കൽ ട്രോളി ഉണ്ടാവും. കയറി വരുമ്പോൾ തന്നെ, ഹായ് ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഇസ്മായിൽ, ഞാൻ എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, നമ്മൾ സാധനം പർച്ചേസ് ചെയ്യല്ലേ. അങ്ങനെ ഞാൻ നിൽക്കുമ്പോൾ തന്നെ ആദ്യം എന്നോട് പറയും, നിന്റെ വീട്ടിൽ ആദ്യം കുറവുള്ള സാധനം ഞാൻ അവിടെ ചെക്ക് ചെയ്തിട്ടുണ്ട്, ഏകദേശം അവിടെ പച്ചക്കറിയിൽ ഇന്നാലിന്റെ സാധനം കുറവുണ്ട്, ഇന്നാലിന്റെ സാധനം കുറവുണ്ട്. അപ്പൊ ഞാൻ ഈ ട്രോളിയുമായിട്ട് ഉരുട്ടി പോകുമ്പോൾ അപ്പൊ ട്രോളി എന്നോട് പറയും, ഡോണ്ട് ഗോ ടുവാർഡ്സ് റെഡ് മീറ്റ്. റെഡ് മീറ്റിന്റെ അടുത്തേക്ക് പോവല്ല, നിന്റെ കൊളസ്ട്രോൾ ലെവൽ കുറച്ച് കൂടുതലാണ്. അല്ലെങ്കിൽ നീ ഇന്നാലിന്റെ ഭക്ഷണത്തിലേക്ക് തിരി, കാര്യം നിനക്ക് പ്രഷർ പ്രമേയം അനുസരിച്ച് ഇന്നാലിന്റെ സാധനം കഴിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം നീ അന്ന് മൊബൈലിൽ തെരഞ്ഞു നോക്കിയത് ഇതല്ലേ, ആ സാധനം ഇവിടെ ഉണ്ട്, ഞാൻ അങ്ങോട്ട് തന്നെ എത്തിക്കാം എന്ന് നമ്മളെ നിയന്ത്രിക്കുന്ന ട്രോളി റോബോട്ടുകൾ വരുന്ന ഒരു കാലഘട്ടം, അല്ലെങ്കിൽ വന്നിട്ടുള്ള ഒരു കാലഘട്ടം, ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ആ അർത്ഥത്തിൽ മനുഷ്യന്റെ കായികക്ഷമത കുറഞ്ഞു വരുമ്പോൾ വെൽനെസിന്റെ അനന്ത സാധ്യതകളാണ്. കാര്യം എല്ലാം ബട്ടൺ അമർത്തിച്ചും ബ്രെയിനോട് ചിന്തിച്ചിട്ടും നടക്കുന്ന കാര്യം ന്യൂറൽ ലിങ്കുകളുടെ അതിപ്രസരത്തിന്റെ കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയണത്, അതൊരു സാധ്യതയാണ്. ടെക്നോളജിയുടെ വളർച്ച വരുന്ന സമയത്ത് വെൽനെസിന്റെ അനന്ത സാധ്യത നമ്മളെ പോലെയുള്ള ആളുകൾക്ക് ഫാസ്റ്റ് സക്സസിന്റെ സാധ്യതയാണ്. സോ ഗ്രേറ്റ് സക്സസ് ഫേസ് ബിഗ് റിജക്ഷൻ. ലോകത്ത് വന്ന വലിയ വലിയ ഗ്രേറ്റ് സക്സസുകൾക്ക് വലിയ വലിയ റിജക്ഷൻ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാൻ പറ്റും, ഒരു ഐസ്ബർഗിന്റെ ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട്. ഇവിടെ സക്സസിന്റെ മാധ്യം കാണിക്കുന്ന സമയത്ത് സക്സസ് ഈസ് ആൻ ഐസ്ബർഗ്. വിജയം എന്ന് പറയുന്നത് ഒരു ഐസ് ബർഗിനെ പോലെയാണ്, ഒരു എന്താ പറയാ മഞ്ഞുമലയെ പോലെയാണ്. ഇതിൽ ജനം കാണുന്നത് ഫുള്ളി മേലത്തതാണ്, പക്ഷെ അടിയിൽ എന്തുണ്ട്? ആരും കാണാത്ത ഏറ്റവും വലിയ ഭാഗമുണ്ട്. ടൈറ്റാനിക്കിനെ തകർത്തത് അടിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞതുപോലെ, അതല്ലെങ്കിൽ അടിത്തട്ടിലെ എന്താ പറയാ മഞ്ഞുമലയാണെന്ന് പറഞ്ഞ പോലെ ജനം കാണാത്ത ഒന്നുണ്ട്. അവിടെ ഡെഡിക്കേഷൻ ഉണ്ട്, ഹാർഡ് വർക്ക് ഉണ്ട്, ഡിസിപ്ലിൻ ഉണ്ട്, സാക്രിഫൈസ് ഉണ്ട്, ഫെയിലിയർ, ഒരുപാട് തോൽവികളുണ്ട്, ഒരുപാട് പെർസിസ്റ്റൻസ് ഉണ്ട്. നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്ക്, സർക്കസിന്റെ മുകളിൽ വന്നിട്ട് ഒരു കയ്യിൽ 20 കുപ്പി ആകാശത്തിൽ ഇറങ്ങിയിട്ട് പിടിക്കുന്ന മനുഷ്യനെ നമ്മൾ കാണുള്ളൂ. എന്നിട്ട് നമ്മൾ പറയും, എന്തോ ഒരു കഴിവാലേ, ഈ 6 കുപ്പിയും 10 കുപ്പിയും നിലത്ത് പൊട്ടാണ്ട് പിടിച്ചില്ലേന്ന്. പക്ഷെ ഈ 6 കുപ്പി ഇങ്ങനെ ആക്കാൻ വേണ്ടി 600 കുപ്പി അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ സ്റ്റേജിലല്ലാതെ പൊട്ടിച്ചിട്ടുണ്ട്. തീജ്വാലകൾക്കുള്ളിലൂടെ പറന്നു പോകുന്ന ഓരോ മൃഗങ്ങളെയും മനുഷ്യരെയും നമ്മൾ കാണുമ്പോൾ പറയുമോ എന്തോ ഒരു അപാര കഴിവെന്ന്. അതേ തീജ്വാലകൾക്കുള്ളിൽ പൊള്ളി വെന്ത് വലിയ ചലഞ്ചുകൾ ഫേസ് ചെയ്ത് കടന്നു വന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, ആരും കാണാത്തൊരു ഭാഗം ഉണ്ടാകും, എല്ലാവരും കഴിഞ്ഞ ഭാഗം, ജയിച്ച ഭാഗമേ കാണുന്നുള്ളൂ. അതുകൊണ്ട് തിരിച്ചറിയേണ്ടത് സക്സസിന് അങ്ങനെ ഒരു മേഖലയുണ്ട്. ഇറ്റ് ഈസ് ട്രൂ, സത്യമാണ് പറയുന്നത്, നോ പെയിൻ നോ ഗെയിൻ. ഒരിക്കലും വേദന എടുക്കാതെ ജയിക്കാൻ പറ്റില്ലല്ലോ. കാര്യം വേദനയുടെ ഗ്രാഫാണ് വിജയത്തിന്റെ ഗ്രാഫ് തീരുമാനിക്കുന്നത്. നിന്റെ വേദന എത്ര ഗ്രാഫ് ഉണ്ട് കുട്ടി, നിന്റെ മുമ്പിൽ വന്ന ചലഞ്ചിന്റെ ഗ്രാഫിന്റെ വലുപ്പം എത്രയുണ്ട്, അതന്നെയാ നിന്റെ സക്സസിന്റെ ഗ്രാഫ്. അപ്പൊ നമ്മൾ പറയാണ്, സാറേ ഞാൻ പ്രത്യേകിച്ച് കഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്ന ആൾ പേടിക്കണം. കാര്യം എന്താ പറയുക, ഈ കഷ്ടപ്പാടില്ലാത്തവർക്ക് വിജയം സാധ്യത കുറവാ. കാര്യം ഇന്ന മഅൽ ഉസ്രി യുസ്റ, ഉസ്ർ വന്നാൽ മാത്രമേ, പ്രതിസന്ധി വന്നാൽ മാത്രമേ വിജയത്തിന്റെ ഗ്രാഫ് വരത്തുള്ളൂ എന്ന് ഈ പ്രപഞ്ചത്തിന് ലോ ഓഫ് പൊളാരിറ്റി എന്ന നിയമമുണ്ട്. യൂണിവേഴ്സൽ ലോ ആണ്. ലോസ് ഓഫ് കോസ് ആൻഡ് എഫക്ട് എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. അതായത് ഈ പ്രപഞ്ചത്തിൽ ഇന്നത് വരണം എന്ന് പറയുന്ന ഒരു ലോകമുണ്ട്. ആ അർത്ഥപ്രകാരം വിജയം എന്ന വ്യക്തി അല്ലെങ്കിൽ ആ ശക്തി തന്നിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ താൻ ഈ ഒരു പെയിനിലൂടെ കടന്നു പോകേണ്ടതുണ്ട്, ചലഞ്ചിലൂടെ. അതുകൊണ്ട് എന്ത് ചലഞ്ച് വന്നാലും ബി ഹാപ്പി, ദർ ഈസ് എ ഗ്രേറ്റ് സക്സസ്, വലുതെന്തോ വരാനുണ്ട് എന്ന് ചിന്തിക്കാൻ പറ്റണം. സോ റിജക്ഷൻ സെലക്ഷൻ ലൈഫിൽ എന്തും നമുക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? വേണ്ടതിനെ മാത്രം സെലക്ട് ചെയ്യാനും വേണ്ടാത്തതിനെ തിരസ്കരിക്കാനും നമുക്ക് യെസ് പറയേണ്ടിടത്ത് യെസ് പറയാൻ പറ്റണം, നോ പറയേണ്ടിടത്ത് നോ പറയാൻ പറ്റണം. ഇതാണ് പല ആളുകൾക്കും പറ്റാത്തത്.
കാര്യം സോഷ്യൽ മീഡിയയിൽ തുഴഞ്ഞിരിക്കുന്ന സമയത്ത് അത് നോ പറയേണ്ട സബ്ജക്റ്റ് ആണ്, പക്ഷെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ ഇപ്പൊ ഇറങ്ങണോ ഇത് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ലോകത്ത് വിജയിച്ച ആളുകൾ പറയുന്നുണ്ട്, ഹാബിറ്റിനെ ചേഞ്ച് ചെയ്യുന്ന സ്ഥലത്ത് വിജയിച്ച ആളുകൾ പറയുന്ന ഒരു വരിയുണ്ട്. നമ്മൾ വിചാരിക്കും ലോകത്ത് വിജയിച്ച ആൾക്കാരൊക്കെ 5 AM ആൾക്കാരാണ്, 5 മണിക്ക് എണീറ്റ ആളുകളാ. സൂര്യൻ ഉണരുന്നതിന് മുമ്പ് ഉണരുന്ന വ്യക്തിയാണ് മില്ലേനിയർ ആയത്. നമ്മൾ സൂര്യൻ ഉണർന്ന് ചൂട് വീടിനകത്തേക്ക് എത്തിയാലും ഉണരുന്നില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാ സക്സസ്ഫുൾ ആകാൻ പറ്റുക? ആഴ്ചയിൽ 2-10 വേണ്ടതുണ്ട്, മാസം 10 ലക്ഷം 50 ലക്ഷം 1 കോടിയൊക്കെ നമുക്ക് വേണം. പക്ഷേ നമ്മളുടെ ഹാബിറ്റ് ആകുന്ന 5 മണിക്ക് ഉണരുക എന്നത്, അതിരാവിലെ ഉണർന്ന ഹൈഫ്ലേസ് കേൾക്കുക എന്നത് പോലും നമുക്ക് മാറ്റാൻ വയ്യെങ്കിൽ നമ്മൾ എവിടുന്ന് ഉണ്ടാക്കാനായി 2-10? ഒരു മനുഷ്യന്റെ ഏറ്റവും സിമ്പിൾ ആയിരിക്കുന്ന സ്വഭാവത്തിന്റെ ഒരംശം ചേഞ്ച് ചെയ്യാൻ നമുക്ക് സാധ്യമാകുന്നില്ലെങ്കിൽ ഹൗ വി ക്യാൻ അച്ചീവ് ദ ബിഗ് സക്സസ്? എങ്ങനെയാണ് വലിയ സാധനത്തിലേക്ക് കടക്കാൻ പറ്റുക? അതുകൊണ്ട് നമ്മളെ മുമ്പിൽ റിജക്ഷനും സെലക്ഷനും വരുമ്പോൾ അതേക്കുറിച്ചൊന്ന് സ്റ്റഡി ചെയ്യും. എന്നിട്ട് ഞാൻ ഇത് ചെയ്യേണ്ടതാണോ ചെയ്യേണ്ടാത്തതാണോ എന്ന് ഉറപ്പുവരുത്ത്. അപ്ലൈനെ കുറ്റം പറഞ്ഞിരിക്കല്, തനിക്ക് വേണ്ടതാണോ വേണ്ടാത്തതാണോ? ആക്ച്വലി നമ്മൾ ഇരിക്കണ കൊമ്പാ വിട്ടുന്നത്. അപ്ലൈൻ കാണാൻ ചൊറുക്കില്ലായിരിക്കാം, പറയുന്നോടത്ത് പാളിയേക്കാം, പക്ഷെ ഈ അപ്ലൈന്റെ കുറ്റം പറയുമ്പോൾ ഭയങ്കര രസാ. ലോകത്തിൽ അപ്ലൈന്റെ എന്നല്ല, ലോകത്തൊരു മനുഷ്യൻ ഏറ്റവും ടേസ്റ്റ് പഞ്ചസാരക്കല്ല. ഒരു മനുഷ്യൻ ഏറ്റവും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരുത്തന്റെ കുറ്റം പറയാ. ഒന്ന് പറഞ്ഞിരുന്നോക്കാണ്, ലൈഫിൽ സമയം പോയതേ അറിയില്ല. എന്നാ മറ്റൊരാളുടെ ഗുണം പറഞ്ഞു നോക്കാണ്, 5 മിനിറ്റ് പറയുമ്പോഴത്തേക്ക് ചടക്കും. കാര്യം എന്താ അറിയോ? വെറുതെ എന്തിനാ ഒരു മനുഷ്യന്റെ ഗുണം പറയണത്? ഒരു കാര്യമില്ല. നേരെ മറിച്ച് ഒരാളുടെ കുറ്റം പറഞ്ഞാൽ, അത് അപ്ലൈൻ ആവട്ടെ, ഡൗൺലൈൻ ആവട്ടെ, കമ്പനി ആവട്ടെ, ഓർഗനൈസേഷൻ ആവട്ടെ, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കുറ്റം പറയുന്നുവെങ്കിൽ, നെഗറ്റീവ് പറയുന്നെങ്കിൽ ഭയങ്കര രസം. അത് കേൾക്കാൻ വരെ ത്രില്ല. കാര്യം നമ്മുടെ ശരാശരി മലബാറിന്റെ ഒരു സ്വഭാവം തന്നെ, നീ കേക്കണടി കേട്ടോടി ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? അതിൽ മുറിഞ്ഞ് വീട് കാണും. അതുകൊണ്ടാ സീരിയസ്ലി നമ്മൾ പറയുന്നത്, നമ്മൾ ഒരിക്കലും എന്താ പറയാ വേണ്ടാത്തതിലേക്ക് കടക്കണ്ട. കാരണം നമ്മൾ സമയമാണ് പോകുന്നത്, ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്ന സമയമാണ്. സോ ബെസ്റ്റ് ആയിട്ട് നമുക്ക് ആ സമയത്ത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ സെക്കൻഡ് പിന്നെ തിരിച്ചു വരികയല്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കുക, ഈ സെക്കൻഡിൽ ഞാൻ ചെയ്യുന്ന ഈ കർമ്മം എന്നെ നാളെ എന്റെ ഭാവി നിർണ്ണയിക്കാൻ, എന്റെ ഡെസ്റ്റിനി ക്രിയേറ്റ് ചെയ്യാൻ, എന്റെ ബിഗ് അൾട്രാ ലക്ഷറി സക്സസ് ഉണ്ടാക്കാൻ ഉതകുന്നതാണോ? അപ്പൊ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ചിന്തിക്കണം. നമ്മൾ വെറുതെ ഇരുന്ന് തിന്ന് വെറുതെ ഇരിക്കുന്ന സമയത്ത് ചിന്തിക്കണം. ഒരു പണിക്കും പോകാതെ വീട്ടിനകത്ത് കാര്യം നീട്ടിയിരിക്കുമ്പോൾ ചിന്തിക്കണം. എപ്പോഴും സെൽഫ് ക്വസ്റ്റ്യൻ നടത്തുക, ആം ഐ ഡു ദ റൈറ്റ് ഓർ റോങ്? ശരിക്കാണോ ചെയ്യുന്നത്, തെറ്റാണോ ചെയ്യുന്നത്? ഇത് നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ്. സോ വേറൊരു കാര്യമുണ്ട്, ലേസർ ഷാർപ്പ് ഫോക്കസ്. അത് വെരി ഇമ്പോർട്ടന്റ് ആണ് സക്സസിന് വേണ്ടി നമ്മൾ പായുന്ന സമയത്ത്. എങ്ങനെയാണ് അത്? നിർബന്ധമായിട്ടും 2 മൈലിന്റെ ബാക്കിൽ പോകരുത്. ഉത്തരത്തത് പിടിക്കും വേണം, തൂക്കത്ത് വിടാനും പറ്റില്ല. അത് പറ്റൂല. നമ്മൾ നമ്മുടെ ഒരുപാട് ക്യാരക്ടർ മാറ്റേണ്ടതുണ്ട്. ആനപ്പുറത്ത്, അങ്ങാടിക്കൂടെ, പട്ടാപകല്, നട്ടുച്ചക്ക് ആരും കാണരുത്. എല്ലാ കണ്ടീഷനും ഒരുമിച്ച് പറ്റൂല. ഏതെങ്കിലും ചിലതൊക്കെ മാറ്റേണ്ടതുണ്ട്. നമ്മൾ നമ്മുടെ പേഴ്സണാലിറ്റിയെ മാറ്റണം. ഐഡിയസ് നമ്മൾ നിർബന്ധമായിട്ടും സബ്മിഷൻ നടത്തണം. മെന്ററെ മുമ്പിൽ പോയി, ലീഡറെ മുമ്പിൽ പോയി, സാറേ നിങ്ങളെ കേൾക്കാൻ ഞാൻ റെഡിയാണ്. ഒരു പക്ഷേ തറവാട് എന്റെ അത്ര വലുതാവില്ല നിങ്ങൾ. നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, ചിലപ്പോൾ അപ്ലൈൻ ഡൗൺലൈനിലൊക്കെ വരാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ, ഒരു പക്ഷേ നമ്മളെന്താ പറയാ, ഡൗൺലൈൻ ഒരു സാധു മനുഷ്യനായിരിക്കും, അപ്ലൈൻ ഈ വന്ന വ്യക്തി ബൈക്കിലാവും വന്നത്. പ്ലാൻ കൊടുക്കുന്ന വ്യക്തിയുടെ കാർ പോർച്ചിൽ നല്ലൊരു അടിപൊളി കാർ ഉണ്ടാവും. ആ സമയത്ത് ഒരു പ്രത്യേക മതില് പൊങ്ങാണ്. എങ്ങനെയാണ് ആ മതില്? ഞാൻ വന്നത് ഒരു സാധാ സ്കൂട്ടിമിലാണ്, ഓൾറെഡി ഈ മുറ്റത്ത് തന്നെ 4 കാറുണ്ട്. അപ്പൊ ഈ മനുഷ്യൻ എന്നെ കേൾക്കുമോ? നമ്മുടെ ആദ്യത്തെ ലീഡറുടെ ചിന്ത. രണ്ടാമത് കേൾക്കുന്ന പ്രോസ്പെക്റ്റിന്റെ ചിന്ത എന്താണ്? അവനേക്കാൾ മെച്ചത്തിൽ ഇന്ന് ഞാനുണ്ട്. ഇതൊക്കെ ഈ ചിന്തകൾ വെറുതെയുള്ള ചിന്തകളാ. പക്ഷെ ഈ ഗ്യാരണ്ടി, ലോകത്തിൽ ഏത് മൾട്ടി മില്യണർ വന്നാലും ശരി, ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ഡയമണ്ടിന്റെ പോസിറ്റീവ് എനർജിയെ, അദ്ദേഹത്തിന്റെ അനന്ത സാധ്യതകളെ, അദ്ദേഹത്തിന്റെ എന്താ പറയാ പ്രതീക്ഷകളെ തകർക്കാൻ പറ്റുന്നതായിരിക്കില്ല ഒട്ടുമിക്ക പല റിച്ച് പീപ്പിളിന്റെയും കഥ എന്ന് പറയുന്നത്. കാര്യം അദ്ദേഹത്തിന്റെ അനന്ത സാധ്യത തുടങ്ങാണ്. മറ്റൊരു ചിലപ്പോൾ അസ്തമിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുമ്പിൽ ചലഞ്ചുകൾ പലതുണ്ടാകും. പക്ഷേ ഒരു ടൈം ആയിരിക്കുന്ന ഒരു ജെന്യൂനായ നെറ്റ്വർക്കിന്റെ സിസ്റ്റമുള്ള, മീൻസ് നല്ലൊരു വെൽനെസ് പോലെ അനന്ത സാധ്യതയുള്ള ഒരു പ്രോജക്റ്റിനെ ആത്മാർത്ഥമായി കയ്യിൽ പിടിച്ചൊരു മനുഷ്യന്റെ മുമ്പിൽ അദ്ദേഹത്തിന്റെ സാധ്യതയുടെ ഗ്രാഫിനോട് മുട്ടി വരാൻ നിൽക്കുന്നതായിരിക്കില്ല, പറ്റുന്നതായിരിക്കില്ല ഒരു പക്ഷേ മറ്റൊരുത്തന്റെ റിച്ച് പീപ്പിൾ ആണെങ്കിൽ അവന്റെ ഹെൽത്ത്, വെൽത്ത്, വർത്ത്. സോ സീരിയസ്ലി നമ്മൾ മനസ്സിലാക്കുക, 2 മൈലിന്റെ ബാക്കിൽ പോകരുത്. സാറേ എനിക്ക് 10-20 ടീമുണ്ട്, ആ ടീമിനെ ഈ ടീമിനെ പല ടീമെ ആദ്യം ഒരു ടീമിനെ നീ സേഫ് ആക്ക്, എന്നിട്ട് അതിനൊരു എഞ്ചിൻ റൂം ആക്ക്. ആദ്യം നിന്റെ മുമ്പിൽ അവൻ ബോഗി ആയിട്ട് വരും. ആ ലീഡറെ നീ എഞ്ചിനാക്കി മാറ്റിയിട്ട് ടാറ്റ ബൈക്ക് ആണെങ്കിൽ ആ വണ്ടി പോട്ടെ. അടുത്തയാളെ പിടിക്ക്, എന്നിട്ട് ആ ബോഗിയെ എഞ്ചിൻ റൂം ആക്കി ടാറ്റ ബൈക്ക് ആണെങ്കിൽ. എല്ലാം കവുന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഒരു ലേസർ ഷാർപ്പ് ഫോക്കസ് മസ്റ്റ് ആണ്. ഫസ്റ്റ് കട്ട് ദ റോപ്പ് ടൈഡ് അപ്പ്. നിന്നെ കെട്ടിപ്പൂട്ടിയ കയറൊന്ന് മുറിച്ചു കൊടുക്കും.
അത് പ്രധാനമാണ്. ദ ബെസ്റ്റ് ഈസ് യെറ്റ് ടു ബി. കാര്യം നല്ലത് ഇനിയും നല്ലത് വരാൻ കിടക്കുകയാണ്. നമ്മളെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറേ കാര്യകാരണങ്ങളുണ്ട്. സാറേ എന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയില്ല, എന്റെ വീട്ടിൽ ഇന്നാലിന പ്രശ്നങ്ങളുണ്ട്, അതുണ്ട് ഇതുണ്ട്. ഇതൊക്കെ ഞാൻ പണ്ട് എന്റെ ലീഡർമാരോട് സൂചിപ്പിച്ചപ്പോൾ അവർ തന്ന നിർദ്ദേശപ്രകാരം കിട്ടിയ വരികളും പിന്നീട് ഇൻഡസ്ട്രിയുടെ പുസ്തകങ്ങൾ ഒരുപാട് വായിച്ചപ്പോഴും ട്രെയിനേഴ്സിന്റെ വരികളിൽ നിന്നൊക്കെ കിട്ടിയ ലീഡേഴ്സിന്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയ മാറ്ററുകളായി കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി. സീരിയസ്ലി നമ്മളെ ചില കയറുകൾ കട്ട് ചെയ്യാനുണ്ട്. അതിൽപ്പെട്ടതാണ് നമ്മുടെ ഹാബിറ്റ്, നമ്മുടെ സ്വഭാവം. ചില ആൾക്കാരുടെ സ്വഭാവം പറയും, സാറേ ഞാൻ ഭയങ്കര ദേഷ്യക്കാരനാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ്. ഈ കമാൻഡേ ഡേഞ്ചറാ. കാര്യം തന്നോട് പറയാം ഞാൻ ഭയങ്കര ദേഷ്യക്കാരനാണെന്ന്. അതുകൊണ്ട് സാറേ എന്നെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന്. എവിടെയാ ഈ ബിസിനസ് സക്സസ് ആവുക? നമ്മോട് ചോദിക്കണ്ടേ, ഈ ദേഷ്യം കൊണ്ട് എനിക്ക് ഡയമണ്ട് ആകാൻ പറ്റില്ലെന്ന് ഉറപ്പല്ലേ? ഞാൻ അതിനെ കട്ട് ചെയ്യേണ്ടതുണ്ട്. കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്ക്, പണ്ടൊരു ശില്പിയോട് പറഞ്ഞൊരു കഥയുണ്ട്. ശില്പി ആക്ച്വലി എന്താ പറയാ ഒരു അടിപൊളി ശില്പത്തെ ഉണ്ടാക്കിയെടുത്ത് അദ്ദേഹം അതിനെ കച്ചവടത്തിന് കൊണ്ടുവന്നപ്പോ ആ ശില്പിയോട് ജനങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ സമ്മതിച്ചു. കാര്യം റിയലി അമേസിങ്, വണ്ടർഫുൾ, ഓബ്സം വർക്ക് ദാറ്റ് യു ഹാവ് ഡൺ. നിങ്ങൾ അതിന്റെ അകത്ത് നിന്ന് ഒരു വണ്ടർഫുൾ ശില്പത്തെ യു എൻക്രാവ്ഡ് ഇൻസൈഡ് ഓഫ് ദാറ്റ് ഗ്രേറ്റ് റോക്ക്. ആ വലിയ പാറന്റെ അകത്തുനിന്ന് നിങ്ങൾ അതിന്റെ അകത്തുനിന്ന് ഉണ്ടാക്കിയെടുത്തല്ലോ, റിയലി അമേസിംഗ് എന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ പറഞ്ഞത്, ശില്പി പറഞ്ഞത്, ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടില്ല, ഈ ശില്പം ആ കല്ലിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു, ആ ശില്പത്തിന് വേണ്ടാത്ത കുറെ കല്ലും കഷ്ണം ഉണ്ടായിരുന്നു, അത് മുഴുവൻ ഞാൻ മുറിച്ചു മാറ്റിയപ്പോ ഈ ശില്പം താനെ ജന്മം കൊണ്ടതാണ്. ഇതേപോലെ നമ്മൾ ഒരു ശില്പമായി മാറും. എപ്പോഴും അറിയോ, നമ്മുടെ ശരീരത്തിന് വേണ്ടാത്ത കുറെ സാധനം ഉളി കൊണ്ട് ചെത്തിയെടുക്ക്, ഒഴിവാക്ക്, പൊട്ടിച്ചൊഴിവാക്ക്. അപ്പൊ താനെ നമ്മൾ തിളങ്ങുന്ന ഡയമണ്ടായി മാറും. പക്ഷെ നമ്മൾ അത് കളയാൻ നമുക്ക് നോവും, അതാ പ്രശ്നം. അല്ലെങ്കിൽ നമ്മുടെ അപ്ലൈൻ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് പൊള്ളും, ഇതൊക്കെയാ പ്രശ്നം. മൈ ഡേസ്, നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും, ഈ ലോകത്ത് ഏത് കുടുംബക്കാരനെ വിശ്വസിച്ചില്ലെങ്കിലും കൂട്ടുകാരനെ വിശ്വസിച്ചില്ലെങ്കിലും ആത്മാർത്ഥമായിട്ട് ബിസിനസിന്റെ പൾസ് മനസ്സിലായ അപ്ലൈനെ നിങ്ങൾക്ക് വിശ്വസിക്കാം. കാര്യം എന്താണെന്നറിയോ, നമുക്ക് പറ്റുന്ന ഓരോ അടിയും അത് അപ്ലൈന് കൊള്ളുന്നുണ്ട്. നമുക്ക് വരുന്ന ഓരോ തളർച്ചയും വളർച്ചയും ഉയർച്ചയും അപ്ലൈനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് കൂടി കിട്ടുന്ന പണിയാണ് നമുക്ക് വരുന്ന ഡേഞ്ചർ. അതുകൊണ്ട് അത് അദ്ദേഹം മനസ്സിലാക്കി നമ്മളെ കറക്റ്റ് ചെയ്യാനേ ശ്രമിക്കുള്ളൂ. ആ സബ്മിഷൻ നമുക്ക് നടത്താൻ പറ്റിയാൽ ഇതിലെ സക്സസ് വേറെ ലെവലിലാകും. അല്ലാതെ അപ്ലൈന്റെ ചൊറുക്കും തറവാടും നോക്കാൻ നിന്നാല് അവന്റെ സാമ്പത്തിക കഴിവും മറ്റേതും മറിച്ചതും അവന്റെ പൊട്ടൻഷ്യൽ സർട്ടിഫിക്കറ്റും നോക്കിയിട്ടാണ് നമ്മൾ അളക്കുന്നതെങ്കിൽ അത് വർക്കാവത്തില്ല എന്ന് മനസ്സിലാവുക. സോ സീരിയസ്ലി, സം സേ ഐ ആം ടു ബിസി. സാറേ ഞാൻ ഭയങ്കര ബിസിയാണ്. ചോദ്യം ഈ പുസ്തകമാണ്, സ്റ്റീഫൻ ആർ കവിയുടെ പുസ്തകം ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്. അതായത് FTF എന്ന് പറഞ്ഞ നിയമം, അത് എഴുതി വെച്ചോളൂ വേണമെങ്കിൽ. FTF എന്ന് പറയുന്ന നിയമം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തിങ് ഫസ്റ്റ് കാര്യം ഫസ്റ്റ് ചെയ്യും. ആ പ്രയോറിറ്റൈസിങ് പ്രധാനമാണ്. സമയമില്ലെന്നല്ല പറയേണ്ടത്, ഉള്ള സമയത്തെ നിനക്ക് ഉപയോഗിക്കാൻ അറിയില്ല എന്നാ പറയേണ്ടത്. ഐ എം ടു ബിസി എന്നതല്ല ശരി, നീ എന്തിനായിരുന്നു ബിസി? ഇത് വലിയൊരു ഘടകമാണ്. വൈ യു ആർ ബിസി, എന്തിനാ ജീവിതത്തിൽ ഇത്ര ബിസി? നമ്മളെല്ലാം കൂടി നടത്തണം എന്ന് ആരാ പറഞ്ഞത്? ഒരേ സമയത്ത് ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യും, ടൈമിനെ മാനേജ്മെന്റ് നടത്തും. അതുകൊണ്ടാണ് പറയണത് ടൈം മാനേജ്മെന്റ് ഈസ് ദ ലൈഫ് മാനേജ്മെന്റ്. സമയത്തെ ശരിക്കും മാനേജ് ചെയ്യാൻ അറിയുന്ന വ്യക്തിയാ ലോകത്തിലെ ലൈഫിനെ മാനേജ് ചെയ്യുന്ന വ്യക്തി. നിങ്ങൾ ആലോചിച്ച് നോക്കി, ലോകത്ത് ദൈവം പലർക്കും പല കഴിവ് കൊടുത്ത്. ഒരുപക്ഷെ അർണോൾഡ് ഷോസ്നഗറിന്റെ ബോഡി ഫിറ്റ്നസ് എനിക്ക് തന്നു കാണുകയല്ല, അതല്ലെങ്കിൽ നമ്മുടെ അംബാനിയുടെ അസറ്റ് എനിക്ക് തന്നു കാണുകയല്ല, അതല്ലെങ്കിൽ ലോകത്തിലെ എന്താ പറയുക വിജയിച്ച ആൾക്കാരുടെ കുടുംബ തറവാടോ എനിക്ക് തന്നു കാണുകയല്ല, അവന്റെ ഇംഗ്ലീഷ് എനിക്ക് കിട്ടിക്കാണില്ല, അവന്റെ വെളുപ്പ് എനിക്ക് കിട്ടുകാണില്ല, അവന്റെ തടിയോ മിടുക്കോ എനിക്ക് കിട്ടുകാണില്ല. പക്ഷേ ലോകത്തെ ദൈവം എല്ലാവർക്കും ഒരുപോലെ കൊടുത്തൊരു വസ്തുണ്ട്, അതിന്റെ പേരെ സമയം. എല്ലാവർക്കും 24 മണിക്കൂറാ കൊടുത്തേ. എന്തിനെന്നറിയോ? ഇതിനകത്ത് അവനക്ക് എന്തോ ആവാന്നാണ്. അപ്പൊ ആ 24 മണിക്കൂർ എന്ന് പറയുന്ന ആ സെക്കൻഡുകളാണ് നമ്മുടെ വിധി നിർണ്ണയിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് കഴിഞ്ഞു പോയ ഓരോ സെക്കൻഡുകളും നമ്മുടെ വിധി നിർണ്ണയിക്കുന്ന വസ്തുവാണെന്നുണ്ടെങ്കിൽ ആ സെക്കൻഡിനെ എങ്ങനെ ഉപയോഗിക്കണം, മടിയാനായി നിൽക്കണോ, വർക്കിന് ഇറങ്ങാതെ നിൽക്കണോ, അതൊക്കെ നമുക്ക് തീരുമാനിക്കാം. അതൊക്കെ നമ്മുടെ വിധി നിർണ്ണയിക്കുന്ന ഭാഗത്തുണ്ടാകും. അല്ലാതെ താനെ സ്വയംഭൂവായി ഒന്നും ഭൂമിയിൽ ഉണ്ടാവില്ല. സെലക്ഷൻ ആൻഡ് വാട്ട് ആൻഡ് ഹൗ, ജീവിതത്തിൽ എങ്ങനെയൊക്കെ സെലക്ട് ചെയ്യേണ്ടത്. സോ ജീവിതത്തിൽ എപ്പോഴും വേണ്ടത് എന്തെന്ന് പറഞ്ഞാൽ നമുക്കൊരു കോമൺ ഹോളി പെർപ്പസ് ഉണ്ടായിരിക്കുക. നമ്മളുടെ വാണ്ട് ആൻഡ് നീഡ്സ് എന്താന്ന് തിരിച്ചറിയാം. ഞാൻ എന്തിനാ ബിസിനസ്സിക്ക് വന്നത്, നമുക്കൊരു ഉത്തരം ഉണ്ടാവണം. അപ്ലൈൻ വന്നതിന് അപ്ലൈൻ്റെ ഒരു ഉത്തരം ഉണ്ടാകും. മുബീൻ സാർ പറയാറുണ്ട്, ഞാൻ വന്നത് പെങ്ങളെ കെട്ടിക്കാനാണ്. അദ്ദേഹത്തിന് ഒരു ഉത്തരം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ജീവിതത്തിൽ ചില ആൾക്കാർ ഗ്ലോബൽ ഐക്കൺ ആവാൻ. ഓരോരുത്തരും ഓരോന്നിനായിരിക്കും വന്നത്. നീ എന്തിനാ വന്നത്? ഇതിന്റെ ഉത്തരം കിട്ടിയില്ലെങ്കിൽ മൈ ഡിയേഴ്സ്, നമ്മൾ ഈ ബിസിനസ്സിനകത്ത് ഡ്രിഫ്റ്റ് അറൗണ്ട്, വെറുതെ കൊട്ടപ്പാലം കറങ്ങാന്ന് പറഞ്ഞ പോലെ ഇവിടെ കറങ്ങി സമയം തീരുന്നുണ്ടാകും. എന്നിട്ട് എന്റെ ആഗ്രഹം എന്താണോ, ആശ എന്താണോ, നീഡ് എന്താണോ, വാണ്ട് എന്താണോ, മെൻഡറുടെ മുമ്പിൽ പോയിട്ടിരിക്കുക. സാറേ ഞാൻ ഇതിനകത്തുനിന്ന് ഇന്നത് ആഗ്രഹിക്കുന്നുണ്ട്, ഹൗ ക്യാൻ ഐ അച്ചീവ് ദാറ്റ്, എങ്ങനെ ഞാൻ അത് അച്ചീവ് ചെയ്യാൻ പറ്റും? സോ അത് ലീഡർ ഒരു ചിത്രം വരച്ചു വന്ന് അതിന്റെ അച്ചീവ്മെന്റിന്റെ പാത പണിത് തരും. അങ്ങനെയാ ചെയ്യാനുള്ളത്. എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു ബിസിനസ്സിന് ഇറങ്ങുന്ന സമയത്ത് അപ്ലൈൻ ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് 2 കാര്യം അപ്ലൈൻസിന് പറഞ്ഞു കൊടുക്കാം. ഒന്നാമത്തെ കാര്യം, നീ ഇന്നതൊക്കെ ചെയ്യുന്നു, പക്ഷെ അതിന്റെ കൂടെ ഒരു സാധനം കൂടി പറയേണ്ടതുണ്ട്, നീ ഇന്നത് ഒരിക്കലും ചെയ്തേക്കരുത് കേട്ടോ. ഒരു നെവേഴ്സും പറഞ്ഞു കൊടുക്കണം. കാര്യം വലിയ മല കയറുന്ന ആളുകൾ
ഒരുപാട് സാധനമായിട്ടല്ല കയറുക. കാരണം യാത്ര വലുതാണ്, കയറ്റം വലുതാണ്. അതുകൊണ്ട് ഒരുപാട് ലോഡായിട്ട് പോകാൻ പറ്റില്ല. മാക്സിമം നമ്മുടെ ശരീരത്തിന് വേണ്ടാത്തൊക്കെ ഒഴിവാക്കിയിട്ട്, കാരണം കയറുന്നത് വലിയ മലയാണ്, അതിന്റെ മുകളിലേക്ക് എത്തുന്ന സമയത്ത് ഭാരം കുറയണം, എന്നാലേ സുന്ദരമായിട്ട് കയറാൻ പറ്റൂ. സോ ഒരു മൗണ്ടൈൻ ക്ലൈംബറെ പോലെ നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. റിജക്ഷൻ ഈസ് ഗോഡ്സ് വേ ടു സെയിങ് റോങ് ഡയറക്ഷൻ. അതായത് റിജക്ഷൻ എന്ന് പറയുന്നത് ദൈവം നമ്മോട് പറയാണ്, മോനെ ഇപ്പൊ റൂട്ടിക്ക് നീ പോകല്ലോ. അപ്പൊ ജീവിതത്തിൽ നമുക്ക് വന്ന എന്ത് റിജക്ഷനോ ചലഞ്ചോ ഉണ്ടെങ്കിൽ ദൈവം നമ്മോട് പറയാണ്, സുഹൃത്തെ ഇപ്പൊ നിനക്ക് അതിന്റെ ടൈമല്ല. അതായത് നിങ്ങൾ ഒരാൾക്ക് പ്ലാൻ കൊടുത്തു, അയാൾ വന്നില്ല, നോ പ്രോബ്ലം. കാരണം ദൈവം നമ്മോട് പറയണ ഇപ്പൊ അവൻ വരേണ്ട എന്ന് പറഞ്ഞതാണെന്ന് വിചാരിച്ചാൽ മതി. നമ്മളെ കൂടെ വന്ന ഡൗൺലൈൻസ് നമ്മളെ ഇട്ടെറിഞ്ഞു പോയി, നമ്മളെ കുറ്റപ്പെടുത്തി. അപ്പൊ ആ സമയത്ത് നമ്മൾ ചിന്തിക്കണം, സാറേ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു എന്ന്. ഡോൺ വെറി, കാര്യം നമ്മളൊക്കെ ലൈഫിൽ അത് നന്നായിട്ട് അനുഭവിച്ചതാ. ചില ഡൗൺലൈന് പോകുന്ന സമയത്ത് നമുക്ക് നല്ല വിഷമം ഉണ്ടാവും, കാരണം നമ്മൾ വളർത്തിയെടുത്തില്ലേ, അങ്ങനെ ആയില്ലേ, ഇങ്ങനെ ആയില്ലേ എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ അവൻ അന്നേരത്ത് പോകലാടാ നിനക്ക് നല്ലത്, അല്ലെങ്കിൽ അത് നിനക്ക് വലിയ തലവേദനയാണ് എന്ന് ദൈവം നമ്മോട് പറഞ്ഞ പോലെയാ. ആ അപ്ലൈൻ സാറേ എന്നെ നന്നായിട്ട് ചീത്ത പറഞ്ഞു, ഒരു പക്ഷെ അത് അതിന്റെ സമയമാണെന്നാണ് ചിന്തിക്കും. അല്ലാതെ നമ്മൾ അത് അങ്ങനെയല്ലെന്ന് പറയല്ലേ. നമ്മൾ നിർബന്ധമായിട്ടും റിജക്ഷനെ ഫേസ് ചെയ്യുക, ചലഞ്ചിനെ ഫേസ് ചെയ്യുക എന്നതാണ്. സോ ഒരു കഥ പറഞ്ഞു നിർത്തുകയാണ്. ആ കഥയിൽ ഇങ്ങനെയാണ്, ഒരു മനുഷ്യൻ യാത്ര തുടങ്ങുകയാണ്. ഇത് നമ്മുടെ ഓരോരുത്തർക്കും അവനാനായിട്ട് ഡെപ്പിക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. താനാണ് ഈ യാത്രയിലെ അല്ലെങ്കിൽ ഈ സ്ക്രീനിലെ മനുഷ്യനെന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കാം. അങ്ങനെയെങ്കിൽ ആ മനുഷ്യന്റെ യാത്ര തുടങ്ങുന്ന സമയത്ത് ഒരു വലിയ കുരിശേറ്റിര, നമ്മൾ പറയില്ലേ ഒരു കുരിശേറ്റിര നടക്കുന്നത് എന്ന് പറയും. ചില ആൾക്കാർ പറയും അവനാന്റെ വീട്ടിനകത്തുള്ള ലൈഫ് പാർട്ട്ണർ ഒരു കുരിശാണ്, അല്ലെങ്കിൽ ജീവിതത്തിൽ വന്ന കടം ഒരു കുരിശാണ്, അല്ലെങ്കിൽ ലൈഫേ ഒരു കുരിശാണ്. സോ കുരിശേറ്റിയുള്ള യാത്രയാണ്. ഈ കുരിശേറ്റിലെ യാത്ര പോകുന്ന സമയത്ത് നമ്മളെല്ലാവരും ഇങ്ങനെയാ യാത്ര ചെയ്യുന്നത്. എല്ലാവരുടെ തലയിൽ ഒരു കുരിശ് ഉണ്ടാകും, അത് എന്തോ ആവട്ടെ. അത് ആ കുരിശേറ്റിയുള്ള യാത്രയിൽ ഒരുത്തരം പ്രാർത്ഥിക്കണം, ദൈവമേ ഈ കുരിശിനെ കൊണ്ട് പൊങ്ങുന്നില്ല കേട്ടോ, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് മുറിച്ച് ചെറുതാക്കി തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, ആ കുരിശിനൊരു സ്ഥലത്ത് വെച്ചു. ദൈവത്തിന്റെ സ്വർഗ്ഗലോകത്ത് നിന്ന് മാലാഖമാര് വന്നു അദ്ദേഹത്തിന് കത്തി കൊടുത്തു. ആ മനുഷ്യൻ അത് കട്ട് ചെയ്തു കുറച്ചൊക്കെ ഒരു സമാധാനമായി. ഓ താങ്ക് ഗോഡ്, എനിക്ക് ഈ മഹത്തായിരിക്കുന്ന പ്രതിസന്ധി ഒന്ന് ചെറുതാക്കി തന്നല്ലോ, താങ്ക് ഗോഡ് എന്ന് പറഞ്ഞു. മറ്റാൾക്കാർ ആരും പ്രാർത്ഥിച്ചില്ല കേട്ടോ, അവരൊക്കെ ആ കുരിശ് ഏറ്റിട്ടാവേ. ഈ മനുഷ്യൻ ആ കുരിശ് എന്ത് ചെയ്തു, മുറിച്ചെടുത്ത് തനിക്ക് പൊങ്ങുന്ന ഒരു തലത്തിലാക്കി. ആദ്യമായിട്ട് പോയപ്പോ അവനിക്ക് വീണ്ടും ക്ഷീണം വന്നു. അങ്ങനെയുള്ള മനുഷ്യന്മാരുടെ സ്വഭാവം എന്താണോ നമുക്കൊരു സുഖം കിട്ടിയത് അതിന്റെ വേറെ അടുത്ത സുഖം പിന്നെയും കിട്ടുന്നതാണ്. ഏതുപോലെ എന്ന് വെച്ചാൽ പണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ കീഴടക്കിയ മാതിരി ആദ്യം നമ്മൾ പറയും ഒന്ന് കിടക്കാൻ സ്ഥലം കൊണ്ട, പിന്നെ ഒരു കാല് കുത്താൻ സ്ഥലം കൊണ്ട, പിന്നെ ഈ റൂം ഞങ്ങൾ വാടകയ്ക്ക് എടുക്കുക, പിന്നെ ലാസ്റ്റ് ഇന്ത്യ മൊത്തം അവർ എടുത്തുന്നാണ് എന്ന് പറഞ്ഞതുപോലെയാണ്. നമ്മൾ പണ്ട് ബസ്സിലൊക്കെ സീറ്റ് പിടിക്കുന്ന മാതിരി ഒന്ന് ബാഗ് വെക്കാനുള്ള സ്ഥലം, പിന്നെ ഒരു നിരങ്ങാനുള്ള സ്ഥലം, പിന്നെ ലാസ്റ്റ് ആ ഇരുന്നോന്റെ സീറ്റ് പോയി നമ്മൾ അവിടെ ഇരിക്കും എന്ന് പറഞ്ഞതുപോലെ നമുക്ക് സുഖം കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ബാക്കിൽ ഇങ്ങനെ പോകും. കംഫർട്ട് സോൺ ആശിച്ചുകൊണ്ടിരിക്കുന്നത് ആ മനുഷ്യൻ. സോ ഈ മനുഷ്യൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ വീണ്ടും മാലാഖ പൊന്തി വന്നു. എന്നിട്ട് പൊങ്ങി വന്നിട്ട് മാലാഖ എന്ത് ചെയ്തു, അവർക്ക് കത്തി കൊടുത്തു, സാധനം കൊടുത്തു, അവനെ വീണ്ടും മുറിച്ചു. അങ്ങനെ എന്ത് ചെയ്തു, അവന് വീണ്ടും താങ്ക് ഗോഡ് ഉഷാർ, താങ്ക് യു. മറ്റുള്ളവർ ആരും ഇതിനെപ്പറ്റി എന്ത് ചെയ്യുന്നില്ല, വെറിയഡല്ല. നിങ്ങൾക്ക് ഈ ചിത്രം നോക്കിയാൽ മനസ്സിലാവും, ഈസ് നോട്ട് പാഷ്യന്റ്. ഈ നിൽക്കുന്ന മനുഷ്യൻ എന്താണ്, ആ ചിത്രം കാണിച്ച മനുഷ്യൻ ഭയങ്കര പ്രതിസന്ധിയിലാണ് എന്ന് മാത്രമല്ല അവൻ വീണ്ടും എന്ത് ചെയ്തു, അത് കട്ട് ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചു. അങ്ങനെ കട്ട് ചെയ്തു. വീണ്ടും കുറച്ച് സാധനം എന്തൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്, മുറിച്ചു ഒഴിവാക്കി. വീണ്ടും അവൻ യാത്ര തുടങ്ങുന്നത്. അതൊക്കെയാണ് ഈ യാത്ര തുടങ്ങുന്നത്. നൗ ഹി തിങ്ക് വാവ് നമ്പർ 1, ഇപ്പൊ ഞാൻ വിജയിച്ചു എന്ന് തോന്നുന്നു. കാരണം ചെറിയ കുറ്റിയേറ്റല്ലേ പറയുന്നത്. അങ്ങനെ അവൻ വിജയിച്ചു, ഏറ്റവും നന്നായിട്ട് വിജയിച്ചു. ജീവിതത്തിൽ വിജയിച്ച സങ്കല്പണം അവന്റെയൊക്കെ, കാരണം ബാക്കിയുള്ളവരൊക്കെ ഭാരമുള്ളതാണ്, എന്റെയൊക്കെ ഭാരമില്ലാത്തതോ ചെറുതോ ആണ്. അപ്പൊ അതുകൊണ്ട് സ്പീഡാണ്. അങ്ങനെ എത്തിയപ്പോ ആ ലാസ്റ്റ് അവൻ എന്ത് കണ്ടത്, സ്വർഗത്തിലേക്കുള്ള വഴി കാണുന്നത്. അതിന് മുന്നൊരു കിടങ്ങുണ്ട്, അതിന്റെ പേര് മുസ്ലിം വിശ്വാസത്തിൽ അതിനെ നരകം എന്ന് വിളിക്കും. അതായത് ഒരു വലിയ ടാസ്ക് ഉണ്ടായിരിക്കും. സോ ഈ നരകത്തിന്റെ കിടങ്ങ് കടന്നു വേണം സ്വർഗത്തിലേക്ക്, അല്ലെങ്കിൽ വിജയത്തിലേക്ക്, സക്സസിലേക്ക്, ഡയമണ്ടിന്റെ കിനാരയിലേക്ക്, അതിന്റെ എന്താ പറയാ, കിനാര എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്ന് പറയും നമ്മുടെ തീരത്തിലേക്ക് എത്തുന്നത്. സോ ആ ഒരു തീരത്തിലേക്ക് എത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ കുരിശ് അവിടെ വെച്ചേ പറ്റൂ. ഈ താങ്ങി വന്ന മുഴുവൻ ആളുകളും കുരിശ് വെച്ച് നോക്കിയപ്പോ കറക്റ്റായിട്ട് ആ പാലത്തിന്റെ അപ്പുറത്തേക്ക് എത്തുന്നുണ്ട്. ഇറ്റ് മീൻസ് ആ പാലമായിട്ട് അതിനെ മുറിച്ചു കടക്കാൻ പറ്റുന്ന വിധത്തിൽ അതിന് വലിപ്പമുണ്ട്. ഈ സാധു വന്ന് വെച്ചു നോക്കിയപ്പോ നിങ്ങൾ കണ്ടില്ലേ, ഇത് പകുതി പോലും എത്തുന്നില്ല. എന്താ കാരണം എന്ന് അറിയോ, ഇവൻ വെറുതെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്നാണ് കാര്യം. പണ്ടൊരുത്തനം പ്രാർത്ഥിച്ചു, ദൈവമേ എന്റെ ജീവിതത്തിൽ എനിക്ക് ആകെ ഒരാഗ്രഹമേ ഉള്ളൂ. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് വേണ്ടത് ഒന്ന് വലിയ വാഹനം വേണം. അദ്ദേഹം പ്രാർത്ഥിച്ചു. രണ്ടാമത്, ദൈവമേ എനിക്ക് ബാഗ് നിറയെ ക്യാഷ്, ഒരുപാട് ക്യാഷ്. ഓക്കെ, ചുറ്റിനും ഒരുപാട് മണവാട്ടികളും പെണ്ണുങ്ങളും നിറങ്ങിയ ഒരു അടിപൊളി അൾട്രാ ലക്ഷറി ലൈഫ് എന്നൊക്കെ പറഞ്ഞ പോലെ ഇവൻ പ്രാർത്ഥിച്ചു. ദൈവം ആ വിളിക്ക് ഉത്തരം കേട്ടു. അങ്ങനെ അവൻ പിന്നീട് ജീവിതത്തിൽ ഒരു വലിയ ബസ് കണ്ടക്ടറായി എന്നാണ്. കാര്യം എന്താണ്, ആദ്യം പറഞ്ഞ സാധനം, ദൈവമേ എനിക്ക് വലിയൊരു വാഹനം, വണ്ടി, ബസ്സിനേക്കാൾ നല്ലൊരു വണ്ടി ഇല്ല എന്ന് വലുത്. രണ്ടാമത്തെ എന്താണ്, ബാഗ് നിറയെ കാശ്. കാരണം കണ്ടക്ടർ ബാഗിൽ ഫുൾ ടൈം കാശാണ്, അവനാണ്ടതെല്ലാം മുതലാളിൻ്റെതാണ്. എന്നാലും കാശ്, അവൻ പറഞ്ഞത് നടന്നു. മൂന്നാമതൊന്ന് നിറച്ച് പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞേ, ഏകദേശം അതിനകത്ത് ആണും പെണ്ണും നിറഞ്ഞിട്ട് ഫുൾ ടൈം ബസ്സിൽ ഒരുപാട് ആൾക്കാരാണ്.
അപ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ 8ന്റെ പണി കിട്ടും എന്ന് പറഞ്ഞാൽ ഇവൻ പ്രാർത്ഥിച്ചു കുടുങ്ങിയതായിരുന്നു. കാര്യം ജീവിതത്തിൽ നമുക്ക് വരുന്ന ഏത് പ്രതിസന്ധിയും ഐഡിയസ് നമുക്ക് അടുത്ത ലെവലിലേക്ക് പാസ്സാകാനുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്, ഒരു എക്സാമിനേഷൻ ആണ്. അതുകൊണ്ട് എപ്പോഴും മനസ്സിലാക്കി അതിനെ മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യരുത്, ദൈവത്തോട് പ്രാർത്ഥിക്കരുത്. അത് ഉണ്ടായിക്കോട്ടെ, പിന്നീട് നമുക്ക് എല്ലാം സെറ്റായി മാറുന്നുണ്ടാകും. അതുകൊണ്ട് ഞാൻ സീരിയസ്ലി നമ്മോട് പറയണത്, നമ്മുടെ ലൈഫിൽ വന്ന ഓരോ ടാസ്കുകളും ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളെപ്പോഴും സ്ക്രാപ്പ് ഒന്ന് തുടങ്ങാൻ തയ്യാറാവണം. ഏതൊരു ഡിസ്ട്രിബ്യൂട്ടറും നമ്മൾ ചിന്തിക്കുക, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഐഡി അടിച്ച സമയത്ത് നമ്മുടെ കൂടെ ആരുണ്ടായിരുന്നത്? ആരും ഇല്ലായിരുന്നു. ഒരു മനുഷ്യനും ഇല്ലാതെ നമ്മൾ ഐഡി അടിച്ചല്ലോ. എന്നിട്ട് എന്താ നമ്മൾ ചെയ്തു? സുന്ദരമായിട്ട് ബിസിനസ് നടത്തി പോന്നു. ആ സമയത്ത് ഉണ്ടായതാണ് പിന്നീട് ടീമുകളൊക്കെ. നമ്മൾ ഒപ്പ് ചാർത്തുമ്പോൾ നമ്മളെ മുമ്പിൽ ആകെ അപ്ലൈനേ ഉണ്ടായിട്ടുള്ളൂ. ഒരാൾക്ക് ലിസ്റ്റ് പോലും ഇല്ലായിരുന്നു. ആ ലിസ്റ്റ് ഉണ്ടായത് തന്നെ മാസങ്ങൾ നമ്മളെ ശല്യപ്പെടുത്തിയിട്ടാണ്. ഫോളോ അപ്പ് ചെയ്തിട്ടെന്ന് പറയില്ല, സുഖമുള്ള സുന്ദരമായ ഇംഗ്ലീഷ് വരാണ് ഫോളോ അപ്പ് ചെയ്തത്. പക്ഷെ അത് അനുഭവിക്കുന്ന വ്യക്തി വരും ശല്യപ്പെടുത്തിയിട്ട്. കാര്യം അതുകൊണ്ടാണ് എല്ലാവരും പറഞ്ഞത്, എന്നെ ലീഡർ ശല്യപ്പെടുത്തിക്കൊണ്ടതാണെന്ന് പറയും. അതുകൊണ്ട് ലീഡർ അധികം ശല്യപ്പെടുത്താൻ അനുവദിക്കേണ്ട. പുതിയ ആൾക്കാർ പറഞ്ഞത് ഇപ്പൊ തന്നെ കേട്ടാണ്, ഇല്ലെങ്കിൽ നാളെ നിങ്ങൾ സ്റ്റേജിന്റെ മേലെ വന്ന് കുമ്പസരിക്കേണ്ടി വരും. അതുകൊണ്ട് കുമ്പസാരക്കൂടിൽ കുറഞ്ഞ സമയത്ത് സംസാരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ലീഡർ പറഞ്ഞത് ബ്ലൈൻഡ് ബിലീഫ് ചെയ്യുക. കാര്യം എന്തായാലും ഒരു നാൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാകും. അത് നേരത്തെ മനസ്സിലായ നമ്മളെ ഭാഗ്യം. അതുകൊണ്ട് നിർബന്ധമായിട്ടും നമ്മളെ മുമ്പിൽ അപ്ലൈന് മാത്രം, ആ അപ്ലൈനെ കണ്ടിട്ടാണ് നമ്മൾ ലിസ്റ്റ് ബിൽഡ് ചെയ്തത്. അങ്ങനെയാണ് നമ്മളെ ടീം RTC ടീമായത്, അങ്ങനെയാണ് നമ്മളെ ടീം STC ടീമായത്, അങ്ങനെയാണ് നമ്മളെ താഴത്ത് ഒരുപാട് TC വന്നത്, ബെറിസ്റ്റാർ വന്നത്. ഇപ്പൊ നമുക്ക് 4-5 ആൾക്കാർ പോയപ്പോ ടെൻഷനായി, നമ്മളാ പഴയ മനസ്സ് പോയതാ. നമ്മൾ വീണ്ടും ഒരു റീസ്റ്റാർട്ട് ചെയ്യും. എവറി ഡേ ആസ് എ ബിഗ് ന്യൂ സ്റ്റാർട്ടർ ആയിട്ട് നമ്മൾ മാറുക. ഒരു പുതിയ ന്യൂ സ്റ്റാർട്ട് തുടങ്ങി വെക്കാണ്. എന്നും നമുക്ക് മേലെ അപ്ലൈൻ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് പറയണത്, ആരെ പിണക്കിയാലും അപ്ലൈൻസിനെ നിങ്ങളെ പിണക്കരുത്. കാര്യം അതൊരു ദൈവത്തിന്റെ സമ്മാനമാണ്. ചേർത്ത് പിടിച്ചോ. ഏത് മഴയത്തും വെയിലത്തും ആ അപ്ലൈൻ ഉണ്ടാക്കുന്നത് വലിയ സത്യമാണ്. സോ ടച്ചസ് ഓഫ് ദ ഫയർ മേക്സ് ദ ഫീൽ. നമ്മുടെ ഫാദർ അബ്രഹാമിന്റെ വാക്ക് പറഞ്ഞാല്, എല്ലാ കാറ്റുകളും നമ്മളെ തകർക്കാൻ വേണ്ടിയുള്ള കാറ്റല്ല. ചില കാറ്റുകൾ, ആ കാറ്റിലായിരിക്കും ഒരുപക്ഷെ ആ കപ്പൽ സഞ്ചരിക്കാനുള്ളത്. എല്ലാ കാറ്റിലും കോളിലും കപ്പലിന്റെ പായകൾ തകരാനുള്ളതല്ല. നോട്ട് ഓൾ സ്റ്റോംസ് കംസ് ടു ഡിസ്റപ്റ്റ് യുവർ ലൈഫ്. ജീവിതം തകർക്കാനല്ല എല്ലാ കൊടുങ്കാറ്റും. സം കം ടു ക്ലിയർ യുവർ പാത്ത്. നിന്റെ വഴി തുറന്ന് വെട്ടിത്തരാൻ വേണ്ടിയിട്ടാണ് നിനക്ക് തരുന്നത്. ചലഞ്ച് മേക്ക് യു മോർ പവർഫുൾ. നിന്നെ ചലഞ്ചുകളാണ് നിന്നെ കൂടുതൽ പവർഫുൾ ആക്കി മാറ്റുന്നത്. ഇറ്റ്സ് എ വാർ ഫോർ എ ടൈം ആൻഡ് മണി ഫ്രീഡം. ഇതൊരു യുദ്ധമാണ്. സമയ സ്വാതന്ത്ര്യത്തിനും സമയ സ്വാതന്ത്ര്യത്തിനുള്ള ഒരു യുദ്ധമാണ്. അതുകൊണ്ട് വിശ്വസിക്ക്. നോ ഗഡ്സ് നോ ഗ്ലോറി. ഗഡ്സ് ഇല്ലേ മോനെ, ഗ്ലോറി ഉണ്ടാവില്ല. നോ ലെജൻഡ്, നീ ലെജൻഡ് ആയില്ലേ. നോ സ്റ്റോറി, നിന്റെ സ്റ്റോറി ആരും പറയല്ല. നമ്മൾ ആലോചിച്ച് നോക്കാം, നമ്മൾ എപ്പോഴും ഞാനൊക്കെ ക്യാമ്പസിലൊക്കെ പഠിപ്പിക്കുമ്പോൾ പല സ്ഥാപനത്തിലും വിദ്യാഭ്യാസ ലെവലിലെ ടീച്ചറായും ട്രെയിനറായും അതേപോലെ തന്നെ പ്രിൻസിപ്പൽ ആയിട്ടും അതിന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടും ഒക്കെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ കേൾക്കുന്ന ഒരു രസാണ്, എല്ലാ സെൻഡ് ഓഫിന്റെ സമയത്തും +2-കാര്, ഡിഗ്രിക്കാര്, SSLC-കാര് ഇവരൊക്കെ പറയുന്ന ഒരു സാറുണ്ട്, സാറേ ഞങ്ങളെ പോലുള്ള ഒരു +2 ടീം ഇവിടെ വന്നിട്ടില്ലല്ലോ. നമ്മൾ പറയും, ഇല്ല, ഒരിക്കലും ഇല്ല, നിങ്ങളായിരുന്നു സംഭവം. അങ്ങനെ അവരൊക്കെ അതിനെ ആർമാദിച്ച് ആസ്വദിക്കും. ഈ യാത്ര നടത്തിയ ഞങ്ങൾ അധ്യാപകന്മാർ പിറകിൽ നിന്ന് ഇങ്ങനെ ചിരിക്കും, ബഹര ഇത് തന്നെയാണ് മുന്നത്തെ ടീമും പറഞ്ഞത്, ഇനി ഇതിന്റെ വരാൻ പോണ ടീം തന്നെ പറയാനുള്ളത്. അപ്പൊ ജീവിതത്തിൽ നമ്മളൊക്കെ ജീവിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു സാധനം, സാറേ ഞാൻ ഭയങ്കര പഠനമാണ്, ഞാൻ ഭയങ്കര തറവാടാണ്, ഞാൻ കൊമ്പത്തതാണ്, ഞാൻ വരമ്പത്തതാണ്, എന്റെ അത്ര കഴിവുള്ള ഒരു വ്യക്തിയെ ഞാൻ തന്നെ കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഈ ലോകത്തിലെ ഏറ്റവും നല്ല വ്യക്തി ഞാനാണ്, ഏറ്റവും നല്ല വീട് എന്റെ വീടാണ്. ഈ ലെവലിലുള്ള സമാധാനം നമ്മളൊക്കെ ജീവിതത്തിൽ, വിശിഷ്യ അധ്യാപക സമൂഹത്തിന് ഇത് നന്നായിട്ടുണ്ടാകും. അധ്യാപകന്മാർ എന്ന് പറഞ്ഞാൽ വിദ്യാസമ്പന്നരോ പ്രൊഫഷണലോ ആകുന്ന ആൾക്കാർക്കുള്ള ഒരു ധാരണയാണ്, എന്റെ ജോലിയേക്കാൾ നല്ല ജോലിയില്ല, എന്റെ വിവരത്തേക്കാൾ നല്ല വിവരമില്ല. പക്ഷെ നമ്മൾ ശരിക്കും ചിന്തിച്ചു നോക്കുക, നമ്മുടെ ഈ സക്സസ് ബറി ഗ്ലോബലിന്റെ ട്രാക്ക് റെക്കോർഡ് നോക്കുമ്പോൾ, മൈ ലൈഫ് സ്റ്റൈലിന്റെ ട്രാക്ക് റെക്കോർഡ് നോക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നത് ഇതിന്റെ അപ്പുറത്താക്കിയാൽ വരുമാനം വാങ്ങുന്ന ആൾക്കാരാണ്. 6 ഡിജിറ്റ് സാലറി വാങ്ങുന്ന വീട്ടമ്മമാരെ നമ്മൾ മൈ ലൈഫിൽ കാണുന്നു. 10 ലക്ഷം, 20 ലക്ഷം, 30 ലക്ഷം മാസം വരുമാനം വാങ്ങുന്ന സ്കൂളിന്റെ പടിവാതിൽ കാണാത്ത ആൾക്കാരെ നമ്മൾ കാണുന്നു. എന്നിട്ടും ഈ അഭ്യസ്ത വിദ്യൻ പറയും, ഞാൻ ഭയങ്കര സംഭവമാണ്, എന്റെ വിവരം കൊണ്ട് ഞാൻ ഒരുപാട് നേടിയെന്ന്. സോ ജീവിതത്തിൽ എപ്പോഴും മനസ്സിലാക്കുക, ഒരു ലെജൻഡ് പിറക്കണം, അപ്പോഴേ ഒരു സ്റ്റോറി ഉണ്ടാവുള്ളൂ. ഞാനൊരു ലെജൻഡ് ആയില്ലെങ്കിൽ സ്റ്റോറി ആകില്ല. കാര്യം എന്റെ വാപ്പാന്റെ പേര് എനിക്കറിയാം, എന്റെ വല്യപ്പാന്റെ പേര് എനിക്കറിയാം, പക്ഷെ എന്റെ വാപ്പാന്റെ 4ാമത്തെ വല്യപ്പാന്റെ പേര് എനിക്കറിയില്ല. പക്ഷെ അതേ സമയത്ത് എനിക്ക് നെൽസൺ മണ്ടേലന്റെ പേരറിയാം, ഗാന്ധിജിന്റെ പേരറിയാം, സരോജിനി നായിഡുവിന്റെ പേരറിയാം, എനിക്ക് ഈ ലോകത്തിൽ വിജയിച്ച ഒരുപാട് ആൾക്കാരുടെ പേരറിയാം, അരിസ്റ്റോട്ടലിന്റെ പേരറിയാം, പ്ലാറ്റോയുടെ പേര്, ഇതൊന്നും എന്റെ വല്യപ്പയല്ല, എന്റെ മുത്തശ്ശനും അല്ല. പക്ഷെ എന്തുകൊണ്ട് ഞാൻ ആ പേര് അറിഞ്ഞു എന്ന് ചോദിച്ചാൽ, അവര് ദേ ഹാവ് ഡൺ സംതിങ് ഫോർ ദിസ് ലൈഫ്. ഈ സൊസൈറ്റിക്ക്, സമൂഹത്തിന് വേണ്ടി എന്തോ ഒന്ന് ചെയ്തു. അതുകൊണ്ട് എന്റെ 10ാമത്തെ വല്യപ്പാന്റെ പേരറിഞ്ഞു, 15ാമത്തെ വല്യപ്പാന്റെ പ്രായമുള്ള ലോകത്തിലെ ഗുരുക്കന്മാരെ പേര് എനിക്ക് അറിഞ്ഞു. ഇതേപോലെ നമ്മളൊക്കെ ജീവിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മൾ ഭയങ്കര സംഭവമാണ്. പക്ഷെ ഒരു ലെജൻഡ് ആയില്ലെങ്കിൽ, ഒരു സ്റ്റോറി ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, ഒരു ബെഞ്ച് മാർക്ക് ഈ ഭൂമിയിൽ നമ്മൾ രേഖപ്പെടുത്തിയില്ലെങ്കിൽ, നമ്മൾ വെറും ഒരു ഇരുകാലി മൃഗമായി അസ്തമിക്കുന്നുണ്ടാകും. അതുകൊണ്ട് ലീവ് എ ലെഗസി, ഒരു ലെഗസി നിങ്ങൾ ഉണ്ടാക്കുക. വിജയത്തിനകത്ത് വലിയ വലിയ സംഭവങ്ങളാണ് ഒരു ലെഗസി ക്രിയേഷൻ.
ബി ലൈക്ക് എ വാട്ടർ. വെള്ളം പോലെ നിങ്ങൾ ഒഴുകുക. തടസ്സങ്ങൾ ഒരുപാട് ഉണ്ടായേക്കാം, പക്ഷെ വെള്ളം പോലെ നിങ്ങൾ ഒഴുകട്ടെ. കാരണം വെള്ളത്തിന്റെ വഴി കണ്ടെത്തി പോകും. നിങ്ങൾ വെള്ളം ഒഴുകുന്ന സമയത്ത് മുന്നിൽ ഒരു തടസ്സം വെച്ചോ, വെള്ളം അപ്പുറത്ത് കൂടി ഒഴുകും. അവിടെ ഒരു തടസ്സം വെച്ചോ, വെള്ളം ഇങ്ങോട്ട് ഒഴുകും. അങ്ങനെ വെള്ളം എപ്പോഴും ഒഴുകിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ നടക്കാം, അല്ലെങ്കിൽ ഇഴയാം, മുട്ടിൽ ഇഴയാം, ഇറങ്ങി നടക്കാം, എന്തും ചെയ്യാം. ബട്ട് കീപ് ഗോയിങ്. എപ്പോഴും നിങ്ങൾ പോവുക. ഈ ബിസിനസ്സിനകത്ത് നിങ്ങൾ ഒരു പക്ഷെ ഒരു ദിവസം 10 പ്ലാൻ കൊടുക്കും, അല്ലെങ്കിൽ 5 പ്ലാൻ കൊടുക്കും, അല്ലെങ്കിൽ 6, 7, 10 നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ചെയ്യും. ഒരിക്കലും ഒരു പ്ലാനും കൊടുക്കാതിരിക്കല്ല, ഒരു കർമ്മവും ചെയ്യാതിരിക്കല്ല. ഡു സംതിങ് എവറിഡേ. എല്ലാ ദിവസവും ആക്ഷൻ പാർട്ടിനകത്തേക്ക് ബി ലൈക്ക് എ വാട്ടർ. സഞ്ചാരം തുടരട്ടെ. ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. റിജക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കാനുള്ളത്, നമ്മൾ ഓൾറെഡി ഇന്ന് സോഡാണ്, ടയർഡാണ്, ഔട്ട് ഓഫ് ബ്രെത്ത് ആണ്, പക്ഷെ വലുതെന്തോ വരുന്നുണ്ട്. വിശ്വസിക്ക്. കാര്യം നമ്മൾ സമാധാനിക്ക്. വർക്ക് ചെയ്യുന്ന സാധനമല്ലേ, വിജയം ഉറപ്പായിട്ടും വരും. കാരണം നമ്മളെ വണ്ടി ചലിക്കുന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ ഉറപ്പുവരുത്തിയാൽ മതി. വണ്ടി റൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വണ്ടി ഒരു നാൾ ഡെസ്റ്റിനേഷനിൽ എത്തും. വണ്ടി റണ്ണ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ടെൻഷൻ അടിക്കണം, വിഷമിക്കണം. കാര്യം എന്താണെന്ന് അറിയോ, ഈ വണ്ടി ഒരിക്കലും അപ്പുറത്ത് എത്തൂല. കാരണം ഡ്രൈവിംഗ് സീറ്റിലും നമ്മളാണ്, ഈ വണ്ടിന്റെ എല്ലാ മുതലാളിയും നമ്മളാണ്. ഈ വണ്ടി ചലിക്കണില്ലെങ്കിൽ ഒരിക്കലും ഈ വണ്ടി അപ്പുറത്തെ സ്ഥലത്തേക്ക് എത്തില്ല. കാരണം ഭൂമി ഇങ്ങോട്ട് വരൂല. ഇതുപോലെ മല ചെറുതായിട്ട് നമ്മൾ മല കയറൂല. നമ്മൾ കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു നാൾ മല ചെറുതായിക്കോളും. കാര്യം ഇവിടുന്ന് നോക്കുമ്പോൾ 5 കിലോമീറ്റർ ഉള്ള മല ഒരു 2 കിലോമീറ്റർ കയറുമ്പോൾ മല 3 കിലോമീറ്റർ ആയി മാറും. വീണ്ടും ഒരു 4 കിലോമീറ്റർ കൂടെ മല കയറിയാൽ മല 1 കിലോമീറ്റർ ആയി മാറും. കയറിക്കൊണ്ടിരിക്കുമ്പോൾ മല ചെറുതാകും. അല്ലാതെ കയറാതെ നോക്കി നിന്നാ ആ മല അങ്ങനെ തന്നെ ഉണ്ടാകും. മല താനെ ചെറുതായിട്ട് നമ്മൾ കയറലുണ്ടാവില്ല. അതുകൊണ്ട് ഡു സംതിങ് എവറിഡേ. എല്ലാം നടക്കട്ടെ. മഴ സ്റ്റോപ്പ് ചെയ്താൽ നമുക്ക് പറ്റില്ല. കുട വാങ്ങാലോ നമുക്ക്. അതുകൊണ്ട് കുട വാങ്ങി മുന്നോട്ട് പോകുക എന്നത് ഇമ്പോർട്ടന്റ് ആണ്. സോ ഡോണ്ട് കിറ്റ്. ഒരിക്കലും കിറ്റ് ചെയ്യരുത്, മുന്നേറുക. കാരണം വിന്നേഴ്സ് നെവർ കിറ്റ് ആൻഡ് കിറ്റേഴ്സ് നെവർ വിൻ. വിജയിച്ച ആളുകൾ ആരും പാതി വയൽ ഇട്ടേച്ചു പോയില്ല. പാതി വയൽ ഇട്ടേച്ചു പോയ ഒരുത്തനും വിജയിച്ചിട്ടില്ല. അതുകൊണ്ട് ഇട്ടെറിഞ്ഞു പോകാൻ കാരണം പലതും ഉണ്ടാകും. ഉറപ്പാണ് ഈ ബിസിനസ് നല്ല, ജീവിതത്തിൽ എന്ത് ഇട്ടെറിയാൻ നല്ല സുഖം. കാര്യം എന്താണെന്നറിയോ, ബ്രെയിനിന് ആകെ ഇഷ്ടം നമ്മൾ ഫ്രീ ആവലാണ്. കാരണം ബ്രെയിനിന് ഫ്രീ ആയില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആക്ടിവിസം ചെയ്യും. ഈ ആക്ടിവിസം ചെയ്യുന്ന സമയത്ത് ഹോർമോൺ പ്രൊഡ്യൂസിങ് ബ്രെയിന് ചെയ്യണം. അതേപോലെ ബ്രെയിനിന് ഒരുപാട് പണി കിട്ടും. പക്ഷെ ബ്രെയിനിന് ഇഷ്ടം എന്താ പറയുക, ഇവൻ ഒരു പണിക്കും പോകാതെ പെരിയിൽ കാലം നീട്ടി കിടന്നുറങ്ങലാണ്. ബ്രെയിനിന്റെ പണിയൊക്കെ കുറഞ്ഞു. കാരണം ബ്രെയിന് റിലാക്സ് ആയിട്ട് ഉറങ്ങാൻ പറ്റും. അതുകൊണ്ട് ബ്രെയിന് നമ്മുടെ വിജയത്തിന്റെ ശത്രുവാണ്. അതുകൊണ്ട് ആ ശത്രുവിനെ മിത്രമാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫയർ കൂട്ടണം, പാഷൻ കൂട്ടണം, ഡിറ്റർമിനേഷൻ കൂട്ടണം, നമ്മുടെ ഫോക്കസ് കൂട്ടണം, നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെ മൈൻഡ് സെറ്റ് മാറ്റുമ്പോൾ ഡോണ്ട് കിറ്റ്. ഒരിക്കലും ഇട്ടെറിഞ്ഞ് പോകരുത്. വിജയം പലതും വരാനുണ്ട്. എല്ലാവർക്കും വലിയ വിജയങ്ങൾ നേർന്ന് 2024 ഫോക്കസ് 24 സക്സസ് ബഡി ഗ്ലോബൽ മുന്നോട്ട് വെച്ച വലിയൊരു പ്രസ്ഥാനമാണ്. 24 മണിക്കൂറും ഫോക്കസ് ചെയ്യാന്നുള്ളതാണ് അർത്ഥം ഇതിനകത്തുണ്ട്. രണ്ടാമതൊന്ന്, ഈ 24 വലിയ വിജയങ്ങൾ ഉണ്ടാക്കുക, അതും ഫോക്കസ് 24-നകത്തുണ്ട്. ബെറിയുടെയും അതേപോലെ തന്നെ ബെറി ബ്ലാസ്റ്റും നമ്മളെ വിളിക്കുന്നുണ്ട്. ലീഡർമാര് നമ്മളെ വിളിക്കുന്നുണ്ട്. വിജയത്തിലേക്ക് നമ്മളെ ഡെയിലി അവർ വിളിക്കുന്നുണ്ട്. പോകാത്ത നമ്മളല്ലേ ഇതിന്റെ തെറ്റുകാര്. നമുക്ക് പറഞ്ഞു തരാൻ അവർ റെഡിയല്ലേ. നമുക്ക് വേണ്ടി GTSകളില്ലേ, NDAകളില്ലേ, മീറ്റിംഗ് ഇല്ലേ, ഇതുപോലെയുള്ള ഹൈഫ്ലൈസ് മീറ്റുകളില്ലേ. എന്നിട്ട് നമ്മൾ കയർന്നു ചെല്ലെങ്കിൽ നമ്മുടെ മാത്രം തെറ്റല്ലേ. അതുകൊണ്ട് നമ്മൾ ഒരു രംഗപ്രവേശനം, ഹാപ്പി ഓണം എന്ന് എല്ലാവരും പറഞ്ഞു, ഹാപ്പി മീലാദ് നബിയും ഹാപ്പി ഈദും പറഞ്ഞു. നമ്മൾ ഈ ഹാപ്പി എന്ന് പറയുന്നുണ്ട്. ശരിക്കും നമ്മൾ ഹാപ്പിയാണോ? അതുകൊണ്ട് ഈ ഹാപ്പി ക്രിയേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം നമ്മൾ തന്നെയാണ്. അല്ലെങ്കിൽ അത് ഹാപ്പി ക്രിയേറ്റ് ചെയ്യാൻ ഭൂമിയിൽ വേറെ ആരും വരാനില്ല. APJ അബ്ദുൽ കലാം പറഞ്ഞൊരു വാക്ക് പറഞ്ഞു നിർത്തുന്നു. ഡോണ്ട് വെയിറ്റ് ഫോർ എ വിൻ ഫോൾ. പറക്കും തളിക വരുമെന്ന് കാത്തിരിക്കരുത്. ആകാശത്ത് നിന്ന് അങ്ങനെ വരാൻ ഒരു സാധനവും ഇല്ല. പറക്കും തളിക നീ ഉണ്ടാക്കിയിട്ട് പറന്നു. അല്ലാതെ ആകാശത്ത് നിന്ന് അലാവുദ്ദീൻ അത്ഭുത വിളക്ക് വന്നിട്ട് അതിന്റെ അകത്തുനിന്ന് ഒരു കുപ്പിഭൂതം എണീറ്റ് നിന്ന് കണ്ട് ബി എ മില്ലേനിയർ, ബി എ ഫാസ്റ്റ് ട്രാക്കർ, ബി എ സീലിംഗ് അച്ചീവർ, നീ പെട്ടെന്ന് ജീം ബൂം ബാം ഭൂം ബോ, അതൊന്നും നടക്കാൻ പോകുന്നില്ല. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്താൽ നമുക്ക് കിട്ടാനുള്ളത് കിട്ടും. നമുക്ക് നാമേ പണിപതു നാഗം നരകവും. അതുപോലെ നമ്മളെ സ്വർഗവും നമ്മളെ നരകവും ഞാൻ ഉണ്ടാക്കുന്നതാണ്, നമ്മൾ ഉണ്ടാക്കുന്നതാണ്. നമ്മളെ ജയത്തിന്റെയും പരാജയത്തിന്റെയും കാരണം കണ്ണാടി നോക്കാൻ നമ്മളാണ്. സോ നമ്മൾ തീരുമാനിച്ചാൽ തീരുന്ന കേസോളി. ഇതൊക്കെ എല്ലാവർക്കും വിജയങ്ങൾ നേർന്നുകൊണ്ട് ബെസ്റ്റ് വിഷസ് ആൻഡ് ഗോഡ് ആമൻ. താങ്ക് യു all of you and see you on top. Over to MC. Thank you.